വെൽ ഡൺ, ഗ്രേറ്റ് ജോബ്. താങ്ക് യു സർ. നിങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ് ഒരു ജീനിയസ് ആണ്. താങ്ക് യു സർ. സോ ഈ ആഡ് തന്നെ ജോൺ എബ്രഹാമിനെ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഗൗതം സ്റ്റാർസിനെ വേണ്ടെന്നാ പറയുന്നത്. എന്താ ഗൗതം, നിനക്ക് സ്റ്റാർ ആകണമെന്ന് വല്ല ആഗ്രഹമുണ്ട്? ഓഫ് കോഴ്സ് യു ആർ വെരി ഹാൻസം. തീർച്ചയായിട്ടും നിനക്ക് ശ്രമിച്ചു നോക്കാം. എനിക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ല സർ. ഈ ആഡിന് സ്റ്റാർസിന്റെ ആവശ്യമില്ലെന്ന് തോന്നി, അത്രേ ഉള്ളൂ. നോ 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 നോ, ഫിലിം സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആഡിന് പബ്ലിസിറ്റി കൂടുതൽ കിട്ടും, സെയിൽസും കൂടുമല്ലോ. ജോൺ എബ്രഹാം ബൈക്ക് വാങ്ങാൻ പറഞ്ഞാൽ ആരും വാങ്ങില്ല. 1000 രൂപ പണം അടയ്ക്കൂ, ബൈക്ക് നിങ്ങളുടെ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങും. ബട്ട് ഫിലിം സ്റ്റാർസ് കാരണം എന്തുകൊണ്ട് സെയിൽസ് കൂടില്ല? ഐ എം നോട്ട് ഗെറ്റിംഗ് യുവർ ലോജിക്. എനിക്ക് ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് സർ. പക്ഷെ അദ്ദേഹം ബെൻസ് വാങ്ങാൻ പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല. എനിക്ക് അതിനുള്ള സൗകര്യമില്ല. അതിനുവേണ്ടി 10000 രൂപ കെട്ടിക്കോളൂ, ബെൻസ് നിങ്ങളുടെ സ്വന്തമാക്കിക്കോ, ബാക്കിയുള്ളത് നിങ്ങളുടെ സൗകര്യത്തിന് ഇൻസ്റ്റാൾമെന്റ് ആയി കെട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ടെംപ്റ്റ് ആവും. യാ, യു ക്രിയേറ്റീവ് പീപ്പിൾ ആർ റൈറ്റ്. നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം. എനിവേസ്, വെൽ ഡൺ. ഗോ ഹെഡ് വിത്ത് ദ ക്യാമ്പയിൻ. താങ്ക് യു സർ. നിങ്ങളുടെ ബാലൻസ് പേയ്മെന്റ്, ഓൾ ദി ബെസ്റ്റ്. ആ താടിക്കാരനെ നന്നായിട്ട് കയ്യിലെടുത്തു അല്ലേ? ഞാൻ കരുതിയത് ശരിയാവില്ലെന്നാ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്. ആവശ്യമാണ് മനുഷ്യനെ പുതുതായിട്ട് ആലോചിക്കാൻ ചിന്തിപ്പിക്കുന്നത്. ഈ ആഡ് ചെയ്താൽ എനിക്ക് 2 ലക്ഷം കിട്ടും. നിങ്ങൾക്കറിയാലോ ഈ മാസം 15-ാം തീയതി എനിക്ക് 5 ലക്ഷത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന്. എനിക്ക് തരാനുള്ളത് തന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. മയൂരി ആഡ്സും വളരെ അർജന്റ് ആണ്. അതും തീർത്തിട്ട് മുഴുവനായിട്ട് ഒരുമിച്ച് തന്നേക്കാം. ഇവന് ഫോൺ ചെയ്താൽ എന്താ എടുക്കാത്തത്? ഡിസൈൻ റെഡി ആയോ ഇല്ലയോ? റിങ്ങി പോകുന്നില്ലല്ലോ. റിമോട്ട് ഇന്ന സർ. ആദ്യം എനിക്ക് ആവശ്യം എന്റെ കണ്ണാടിയാണ്, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം റിമോട്ട് ആണോ സെല്ലാണോ. ഇതാ മയൂരിന്ന് ഫോൺ വരുന്നു. സംസാരിച്ചു. ഹലോ സാർ. ആ, ഇയാളാണോ? നാളെ തന്നെ റെഡിയാവും സാർ. ദിവസം ഇത് തന്നെ അല്ലൂടെ പറയുന്നത്. പെമ്പിള്ളാർ ഉപയോഗിക്കുന്ന പൊട്ടിന്റെയും കൺവെൻഷയുടെ പരിസ്ഥിതിന് ഇത്രയും ദിവസം വേണോ ഇയാൾക്ക്? നിങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. സ്ത്രീകൾ കണ്ണാടിയുടെ മുമ്പിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എത്ര നേരം ചെലവഴിക്കുന്ന അറിയില്ലേ? അവര് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ശരിക്കും കഷ്ടപ്പെടുക, നല്ല ഡിസൈനിന് വേണ്ടി. നാളെ ഞാൻ വരും. നിങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ സാർ. നാളെ ആണെങ്കിൽ സൺഡേ, ഓഫീസ് ലീവ് ആണെന്ന് നമുക്ക് അറിയില്ലേ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസൈൻസ് റെഡി ആയിക്കോളൂ സാർ. ആഡിന് കാജലിനെ വേണോ സമന്തനെ വേണോ? അവര് രണ്ടുപേരും വെച്ചാൽ നിങ്ങൾ ഉണ്ടാവില്ല. ബഡ്ജറ്റ് ഇല്ല മോനെ, ബഡ്ജറ്റ്. ടോപ്പ് ഹീറോയിൻസും വേണ്ട, ടോപ്പ് മോഡൽസും വേണ്ട. സർ അങ്ങനെയാണെങ്കിൽ പറ്റില്ല സർ. പുതിയ കാൻഡിഡേറ്റ്സിന് വേണ്ടി ട്രൈ ചെയ്യൂ. അവർക്കൊരു ചാൻസ് കൊടുത്ത പോലെയോ നമുക്ക് കാശ് ലാഭിക്കാം. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ സുന്ദരിമാരെ എവിടുന്ന് കിട്ടാനാ? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് മനുഷ്യനൊക്കെ ചിന്തിക്കാൻ വേണ്ടിട്ടാ. ഇത് നീ പറഞ്ഞതാ, ഇവൻ അറിയാത്തോണ്ട് പറഞ്ഞതാ. ഇയാളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ദർശൻ, മോഡൽ കോർഡിനേറ്റേഴ്സിന് ഫോൺ ചെയ്ത് സിറ്റിയിലുള്ള ഫ്രഷ് മോഡൽസിനോട് വരാൻ പറ. സിറ്റിയിൽ എവിടുന്ന് കിട്ടാൻ ഇതുപോലത്തെ പെമ്പിള്ളേരെ ബോംബെന്ന് കൊണ്ടുവരേണ്ടി വരും. ബഡ്ജറ്റ് കൂടി പോയാൽ കോൺട്രാക്ട് കിട്ടില്ല. ശരി ശരി, വേണ്ട വേണ്ട, ഞാൻ ലോക്കലിൽ തന്നെ നോക്കാം. എടാ ഗൗതം, സിറ്റിയിലുള്ള പുതിയ മോഡലുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുത്താലും ഓക്കെയാണ്, നോ ഡിബാൻ. ഓക്കെ, വിളിക്കേ. ഓക്കെ, റെഡി? റെഡി സർ. Chin down. Smile. Now give me your right profile. Okay, left profile. മാഡം ഒരു ഫോൺ ഉണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഹലോ, ഞാനിപ്പോ ഫോട്ടോഷൂട്ടിലുള്ളത്, പിന്നീട് വിളിക്കാമോ? ഓക്കെ, സോറി സർ. It's okay. Steady. Chin down slightly. ബോസ് ആണ്. വരട്ടെ. ഹലോ സർ. ഗൗതം അവിടെ? ഗൗതം Smile. ഫോട്ടോഷൂട്ടിൽ ബിസി ആണല്ലോ സാറേ. Look to the left now. ആ സാറേ, അയച്ചേക്ക് സാറേ. 4 മണിക്ക് വണ്ടി അയച്ചേക്ക് സാറേ. അയച്ചേക്കാം. ഓക്കെ, സോറി സാർ, സോറി. Keep your hair back. എക്സ്ക്യൂസ് മീ സർ. അതെ ലത, എന്താന്ന് പറ. Da, 5 മണി വരെ ഞാൻ ഇത് ബിസിയാ. ശരിയാവൂല. പിന്നീട് വിളിക്കാം. Cell phone jam ഇറക്കുണ്ടോ? Can we start now? ഓക്കെ സർ. Yeah, go back. യാ. സാർ ജാമർ. അവിടെ വെച്ചേ. ഓക്കെ സാർ. Same still one wow. ഇൻകമിങ് മാത്രല്ല, ഔട്ട് ഗോയിങ്ങും കിട്ടില്ല. ട്രൈ ചെയ്ത. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ MD ഉണ്ടോ? ഉണ്ട് സർ, അതാണ് സാറിന്റെ റൂം. ഞാൻ കണ്ണാടി വെച്ചപ്പോ ഈ കൊച്ചു പേടിച്ചെന്നാ തോന്നുന്നത്. May I come in?
മൂത്രം ഒഴിക്കുന്നതിന് എന്തിനാടോ പെർമിഷൻ? വന്ന് ഒഴിച്ചിട്ട് പോ. എന്റെ അമ്മോ, ലേഡീസ് ടോയ്ലറ്റിൽ കയറാഞ്ഞത് ഭാഗ്യം. മേ കമീൻ? ആ വരൂ. നമസ്കാരം സാർ. ആ ശരി ശരി, നമസ്കാരം. എവിടെയുള്ള കൈ നിർത്തി? ഇവിടെയാണ് സാർ. ഓ, ഈ കണ്ണാടി വെച്ച് ഒന്നും പറ്റുന്നില്ല. 5 ഫീറ്റിനുള്ളിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നേ. ആ അതെ അതെ, ഡിസൈൻ ഒക്കെ റെഡി ആണല്ലോ അല്ലേ? നോക്കൂ. ആ ഈ കൊച്ചേതാ? കണ്ണാടി വെച്ച് നോക്കണം സാർ. എന്റെ അമ്മോ, രാഷ്ട്രീയം ഒന്നും നമുക്ക് വേണ്ട. ഈ പെണ്ണേതാ? ലക്ഷ്മി റായ് സാർ. ജസ്റ്റ് ആവറേജ്. ഇതുപോലെ പുതിയ പീസാണോ? അതെ. ഈ പെണ്ണിന്റെ പേരെന്താ? മധുമതി സാർ. സൂപ്പർ ആയിട്ടല്ലേ സാർ? കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഈ ആഡ് നീ തന്നെ എടുത്ത് പൈസ നീ തന്നെ കൊടുത്തു. എന്തൊരു ഫേസ് ആടോ ഇത്, ഒന്നുപോലെ ശരിയല്ലല്ലോ. എല്ലാം സെക്കൻഡ് ഹാൻഡ്. സാർ 3 ദിവസം സമയം തരണം. അടിപൊളി മോഡൽസിനെയും കൊണ്ടുവരാം. ഇല്ലെങ്കിൽ വേറെ ഏജൻസി ഞാൻ പോകും പറഞ്ഞേക്കാം. പെണ്ണിന് സൗന്ദര്യം മാത്രമല്ല, കുറച്ച് കോഓപ്പറേറ്റീവും വേണം കേട്ടോ. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ആ മനസ്സിലായി സാർ, ഞാൻ നോക്കിക്കോളാം. നീ എല്ലാം നോക്കേണ്ടത് ഞാനാ. പെണ്ണ് റെഡി ആകുമ്പോ ഫോൺ ചെയ്, ഞാൻ വന്ന് നോക്കിയോളാം. മനസ്സിലായല്ലോ? ശരി സാറേ. കണ്ണാടി എടുത്ത് വെക്കണം സാറേ. താങ്ക്സ്. എന്താടാ ഗൗതമി ഇത്? നിന്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. സിറ്റിയിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലടാ. മോഡൽസ് ഒക്കെ ഉണ്ട് സാർ, പക്ഷെ അത്ര സൗന്ദര്യമൊന്നുമില്ല. സൗന്ദര്യം നമ്മളെ തേടി വരില്ല മോനെ. നമ്മള് സൗന്ദര്യത്തെ തേടി പോണം. നമുക്ക് വേണ്ടിയ ആഡിന് മോഡൽ എങ്ങനെ വേണമെന്ന് വെച്ചാ അടുത്ത വീട്ടിലെ പെണ്ണെ പോലെ ഇരിക്കണം, നമുക്കറിയാവുന്ന പെണ്ണെ പോലെ ഇരിക്കണം. സൗന്ദര്യം ഉണ്ടാവണം, കഴിവുണ്ടാവണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാൻസ്. Maybe the book of colors and not until my girl. I think the girl I need has gotta be the girl. I want a girl who's gonna be the jerk of all. Maybe she's got the funky part that's no one's ever got. The shy girls are the real ones, they're never gonna show up. The shy girls are the real ones, they're never gonna show up. Maybe the book of girls are not into my girl. I think the girl I need has gotta be the girl. I want a girl who's gonna be the jerk of all. ഈ പെണ്ണിന്റെ കണ്ണ് നല്ലതാണ്. ഈ പെണ്ണിന്റെ മൂക്ക് നല്ലതാണ്. നെറ്റി ശരിയല്ല. ഈ പെണ്ണിന്റെ ലിപ്സ് നല്ലതാണ്. ഈ പെണ്ണിന്റെ ഐബ്രോസ് നല്ലതാണ്. ഈ പെണ്ണിന്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണല്ലോ.
യാ, ഉമ്മ. ആഹാ പെണ്ണ് അടിപൊളിയായിട്ടുണ്ടല്ലോ. എവിടുന്നാ കിട്ടിയത്? സൃഷ്ടിച്ചതാണ് സാർ, ഞാൻ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തതാ. ഗൗതം, നീ ബ്രഹ്മാവിനേക്കാൾ വലിയ ആളാ. അദ്ദേഹം 4 തല വെച്ച് സൃഷ്ടിച്ചെങ്കിൽ നീ ഇവിടെ സിംഗിൾ ഹാൻഡിലല്ലേ ഇതെല്ലാം സൃഷ്ടിക്കുന്നത്? നിനക്കെങ്ങനെ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കിട്ടുന്നത്? തിങ്ക് ഡിഫറെന്റ്ലി. പുതുതായിട്ട് ആലോചിക്കണം. സോച്ചോ സറാ ഹട്കേ. ഹേ, തിങ്ക് ഡിഫറെന്റ്. It's different. Wole nasa kula na different. I want a girl who's gonna be the jerk of all. Maybe she's got a funky part that's no one's ever got. The shy girls are the real ones. Then What's up with you crazy? You let's think different. yeah. ഈ പെണ്ണിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പേരെന്താ? ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ boss. അത് കാമാക്ഷി ബാസു, വിഭാഷ ബാസുവിന്റെ കസിന. ഇപ്പൊ തന്നെ ഫീൽഡിലേക്ക് എൻട്രി ആയതേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്ത് അടിപൊളിയാന്ന്, അങ്ങനെ ഒരു പെണ്ണേ ഇല്ല. ഇല്ലെന്നോ? അതായത് ഇവിടെ ഇല്ല, പക്ഷെ വരത്തിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കാശ് അധികമാ. എത്രാടേ? നിങ്ങളോട് പറഞ്ഞതിനേക്കാളും 5 അധികമാ. ഓ 5 രൂപയോ? 5 കൊടുത്താലും വരുമല്ലോ എന്ന് അറിയില്ല. അങ്ങനെയാണോ? നമ്മുടെ ബഡ്ജറ്റ് 15 ലക്ഷം. ഇനി ഒരു 5 കൂടെ കൂട്ടിയാൽ 20 ആവും.
ആ എന്തെങ്കിലും ആട്ടെ കൊടുത്തേക്കാം. ഓ അടിപൊളി പെണ്ണാണല്ലോ ഇത്. താങ്ക് യു സാറേ. ഈ മോഡൽ ഭയങ്കര ബിസിയാ സാറേ. ഈ അഡ്വാൻസ് ആ, കൊടുത്താലേ തീർച്ചയായിട്ടും കൊടുക്കാം. ആ ആ എത്രയാ? ആ, ഒരു 5 കൊടുത്താൽ മതിയോ? ഇപ്പൊ അത് മതിയാവും സാറേ. ആ, ശരി ശരി. ഇതാ പേന. ഏ? ആ. ആ, നീ ഒന്ന് മാറ്. പെണ്ണ് പുതിയ പെണ്ണല്ലേ, കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് സഹകരിക്കുമല്ലോ. ഫ്രീ ആന്ന് വെച്ചാ ഫ്രീ എന്ന് വെച്ചാ ആ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്നോട് എന്ത് പറഞ്ഞു? എന്ന് വെച്ചാ എന്താ പറയാ, എന്താണെന്ന് വെച്ചാ കോഓപ്പറേറ്റീവ് ആണെന്ന് ചോദിച്ചില്ലേ ഞാൻ. ആ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ബർത്ത്ഡേക്ക് ഡയമണ്ട് റിംഗ്സും വാലന്റൈൻസ് ഡേക്ക് ചെക്കും ഗിഫ്റ്റും ഒക്കെ കൊടുത്താലേ ഓട്ടോമാറ്റിക് ആയിട്ട് വീഴുന്നേ. എങ്കിലും ഒരു കാര്യം നിന്നോട് പറയാം, എന്റെ മോഡൽസിനൊക്കെ കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടാ ഞാൻ കൊടുക്കുന്നത്. എന്തിനു വേറെ ഒരുത്തേക്ക് ഞാൻ ടയോട്ട കാറാ കൊടുത്തത്. ആ നീ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ നിനക്ക് ഞാൻ എന്തായാലും ചെയ്യാം. വണ്ടർഫുൾ. അപ്പൊ ഞാൻ ശരിക്കുള്ള ഐഡിയ പറ. എന്തായാലും ചെക്ക് കൊടുക്കല്ലേ, അപ്പൊ ആ പെണ്ണിന്റെ കയ്യിൽ നേരെ കൊടുത്താ നല്ലോണം ഇംപ്രസ് ആവുകയും ചെയ്യാം. കാര്യം നടക്കും. അതിനാ പെണ്ണ് മുംബൈയിലല്ലേ. അതുകൊണ്ടെന്നാ വരാൻ പറ. നാളെ ഈ ചെക്ക് കൊടുക്കുന്ന സമയത്ത് വേറൊരു റൊമാൻറ്റിക് ഗിഫ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ആ ശരി, ഞാൻ പോവാ. ഓക്കെ ബൈ, പിന്നെ കാണാം. നീ നല്ലവനാ. സാർ എങ്ങനെയുണ്ട് ഐഡിയ സാർ? നിന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ. നിങ്ങൾ പേടിക്കുന്ന കാര്യമില്ല. എന്നാലും ആ സോഡ കോപ്പി ഒരു പാഠം പഠിപ്പിക്കണം. ഏത് മോഡൽസ് കാരണം സെയിൽസ് അധികമാകുന്നുവോ അവരെ അംഗീകരിക്കാതെ മിസ്യൂസ് ചെയ്യുന്നോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ വരാന്ന് പറഞ്ഞല്ലേ, വരാൻ പറയും. അപ്പൊ കാമാക്ഷി ബസു അവള് വരും ബോസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്തെങ്കിലും മറിമായം കാണിക്കുമായിരിക്കും. I want a girl who's gonna be the jerk of all. Maybe she. ഹലോ മീനാക്ഷി, നീ റെഡിയായോ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം ഇവിടെ. വരുന്നു 5 മിനിറ്റിനുള്ളിൽ എത്താം. ഓക്കെ, വേഗം വാ. അമ്മേ, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഞാൻ പുറത്തു പോവുക. നീ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ പുറകിന് നടന്ന എൻഗേജ്മെന്റിന് ഷോപ്പിംഗ് എപ്പോഴാ ചെയ്യാ? ഇനി എപ്പോഴും ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, പോട്ടെന്നേ. നിങ്ങൾ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. അമ്മേ, നാളെ പോവാന്ന്. നിന്റെ ഇഷ്ടത്തിന് എന്ത് നീ വേണേലും പോ അയക്കും. മോളെ. ബൈ. അവക്ക് വേണ്ടി നാളെ വാങ്ങിച്ചു കൊടുത്തോ. എനിക്ക് പക്ഷെ ഇന്ന് തന്നെ വേണം കേട്ടോ. എടാ, എൻഗേജ്മെന്റ് നിനക്കല്ല അവൾക്കാ. ഈ four. ഹലോ. ഹായ്. ഏയ് സോറി കുറച്ച് ലേറ്റ് ആയി. കല്യാണത്തിന്റെ സമയമായപ്പോ നീ ഫ്രണ്ട്സിനെ മറന്നു അല്ലേ? പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അതും ആദ്യത്തെ പ്രാവശ്യം. ഇഷ്ടപ്പെടണ്ടേ? നിന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ? വരുന്ന ആളിനെ എനിക്ക് ഇഷ്ടപ്പെടണം. അവര് ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ എന്റെ പാരന്റ്സ് തയ്യാറാവണം. ഇത്തവണ നിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. അതിന് ഞങ്ങൾ പറയുന്നതെല്ലാം നീ ചെയ്യണം. ഓക്കെ ആണോ? എന്താ ചെയ്യണ്ടേ? ബില്ല് നീ പേ ചെയ്യണം. ഓക്കെ. വെയിറ്റ്. Yes, ma'am. ഗൗതം താഴെ ആ വളിപ്പന്റെ കാറ് കിടപ്പുണ്ടല്ലോ. അയാള് വന്നു. അപ്പൊ കാമാക്ഷി ബസു അവളും വന്നു. അതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് എവിടെ? അകത്തുണ്ട്. രണ്ടുപേരും പേഴ്സണലായിട്ട് സംസാരിക്കാം. സംസാരിക്കുന്നോ? അപ്പോഴത്തേക്കോ? നിങ്ങളുടെ ഹോബീസ് എന്താ? മ്യൂസിക് ആൻഡ് ഡാൻസ്. എനിക്കും അത് തന്നെ ഇഷ്ടം. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? നമ്മുടെ പാലുമല്ലേ ഇത്? ഇത് നീ എങ്ങനെയാണ് മാനേജ് ചെയ്തേ? ആ പെണ്ണെവിടെ? അവള് വരും, വെയിറ്റ് ചെയ്യും. സ്റ്റാഫിനെ ഒന്നും കാണാനില്ലല്ലോ. ഇന്ന് സൺഡേ അല്ലേ സാർ? ഞാനതങ്ങ് മറന്നു. ടെൻഷനിൽ എല്ലാ കാര്യവും അങ്ങ് മറക്കുവാന്നേ. അതാ വരാം.
കണ്ണാടി എത്തി. അയ്യോ ഈ എവിടെ പോയെന്ന് അറിയത്തില്ല. കാമാക്ഷി ഉണ്ട്. വന്നോ? എവിടെ എവിടെ എവിടെ? അകത്തുണ്ട്. ഇരിക്ക് സാർ. ഹായ് ശരി, ശരി, മന്മഥൻ സർ. ഹായ്. എന്താ താമസിച്ചത്? മുംബൈയിൽ ഒരു ബിഗ്നി ആഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. ബിക്കിനിയോ? എനിക്കങ്ങനെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. കണ്ടാ പേടിച്ച് ചത്തു. നീ എന്താ പറഞ്ഞേ? ആ, ആ, ഒന്നുമില്ല. ഞങ്ങൾക്കൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. നീ ഇപ്പൊക്കോ? ഓക്കെ സാർ, ക്യാരി ഓൺ. എടാ ഇത് സാധാരണ ക്രിയേറ്റിവിറ്റി ഒന്നുമല്ല. ഇത്രയും ചെറിയ മുറിയിൽ എങ്ങനെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്? അയാൾക്ക് 5 ഫീറ്റിന്റെ പ്രോബ്ലം അല്ലേ. ഓ അയാൾക്ക് പോൾ ആയാലും ദീപിക പടുക്കോൺ ആയാലും ഒന്ന് തന്നെയാ. വാ നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും നാൾ എന്റെ കൺമുമ്പിൽ കാണാതെ എവിടെ പോയിരുന്നു? ബോംബെയിലോ? സോറി റിസർവ് ചെയ്തതിന്. അത് ചെയ്ത് കഴിഞ്ഞല്ലോ. അല്ല കാമുവിന്റെ കയ്യിൽ ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പറഞ്ഞു ദാ ഇപ്പൊ തന്നെ തന്നേക്കാം. ഒരു 5 രൂപയ്ക്ക് ചെക്ക് തരട്ടെ. നല്ലൊരു മൂഡിലായിരുന്നു, അതെല്ലാം നശിപ്പിച്ചു. ശരി ശരി ശരി. ഉം. ഞാൻ എഴുതിട്ട് എഴുതിക്കോ നീ തന്നെ എഴുതിക്കോ. ഒപ്പിട്. സന്തോഷം. ഇപ്പൊ ഒപ്പ് എങ്ങനെ ഇടാനാ? ആ ദാ ഇവിടെ. ഇന്നാ പിടിച്ചോ. sweet. ഇന്നിവളെ എങ്ങനെങ്കിലും മടക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ 8 ലക്ഷം രൂപയുടെ ചെക്കാ കൊടുത്തിരിക്കുന്നത്. ഇവളെ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇവളെന്താ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? എന്തായാലും എന്താ ഇത്രയും ചെറിയ റൂമിലാണോ മീറ്റിംഗ്? അത് ബോസിന്റെ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല. ഓ നോ, ഏസില്ല, അതെനിക്ക് ഒരു മിനിറ്റ് പോലും പറ്റത്തില്ല. യു നോട്ടി. ബൈ ദ ബൈ, എന്റെ ഫ്ലൈറ്റിന് സമയമായി. എയർപോർട്ടിലോട്ട് ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്തേക്കാം. താഴെ എന്റെ മമ്മി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ലോങ് ഡ്രൈവിന് പോവാട്ടോ. ബൈ. നമ്മുടെ ആടിന് നല്ലൊരു ഫിഗറിന് തന്നെ കിട്ടി. എല്ലാം എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്തേക്കണം. സിറ്റി മൊത്തം പബ്ലിസിറ്റി ചെയ്തേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം. എന്റെ അമ്മേ, ഇയാളുടെ ബലഹീനമാണ് നമ്മുടെ ധനം. വാ ദൈവമേ, എന്റെ ഐഡിയ ഇവന്റെ ജീവിതമാണ് മാറ്റി പറിച്ചത്. കമന്റ്സ് ഒക്കെ പിന്നെയാണ് സാർ. ആദ്യം എന്റെ കമ്മിറ്റ്മെന്റ്. എന്താ തന്നാല് 5നെ 8 ആക്കി, 8നെ പൊട്ടനാക്കി, പൊട്ടനെ ചെട്ടിയുമാക്കി. ഇവനെ ഇത്രയും സുന്ദരിയാക്കാൻ എന്തോരം കഷ്ടപ്പെട്ടാ. ദിസ് ഇസ് ടു മച്ച് സർ. ആ വളിപ്പം പോയോ? വീണ്ടും നിനക്ക് വേണ്ടി വരും. എന്താ വിഷമം തോന്നുന്നു? വെറുതെ ഇതാ നീ ചോദിച്ച 5 Thank you, lakhs. sir. ഓക്കെ സാർ, അപ്പൊ എനിക്കൊന്നുമില്ലേ? ഇവിടെ ഇരിക്കുന്നത് മൊത്തമായിട്ട് എടുത്ത് ഗൗതമിന് കൊടുത്തു. നമ്മുടെ ആഡ് വരട്ടെ, നിനക്ക് തരാം. എന്റെ ദൈവമേ, ഇങ്ങനെ നോക്കല്ലടാ. നിന്നെ കണ്ട സ്ത്രീകൾക്ക് പോലും അറപ്പ് തോന്നും. ഒന്നും പറഞ്ഞില്ലടാ. ഹലോ ഹലോ മന്മഥൻ സർ. എന്തോന്ന് മിസ്റ്റർ? കോൾ മീ മന്മത്. ഓക്കെ മന്മഥ്. ഹാപ്പി. Yeah? ഈ പ്രാവശ്യം നിങ്ങളൊത്ത് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. മമ്മി ഉണ്ടായിരുന്നത് കൊണ്ടാ. ഇപ്പൊ നീ ഫ്രീ ആണോ? എവിടെയാ ഉള്ളത്? എയർപോർട്ടില്. ആ വൃത്തികെട്ട ബിക്കിനി ആഡിന് വേണ്ടിയല്ലേ നീ പോയതേ? എന്താ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നീ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. അതിനിപ്പോ അവർ അഡ്വാൻസ് ആയിട്ട് തന്ന 50,000 മുഴുവനും ചെലവായി പോയല്ലോ. ചെലവായാലെന്താ? ഞാൻ തരാം ആകാശ്. അത് പിന്നെ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ 15,000. 50 തരുന്നവന് 15 തരാൻ പറ്റില്ലേ? You're so sweet, Mannath. I can't believe this. എല്ലാരും എന്നെ ന്യൂഡ് ആയിട്ട് മാത്രം കാണുന്നത്, നിങ്ങൾ മാത്രം എന്നെ നല്ല രീതിയിൽ കാണുന്നത്. ഞാൻ എന്റെ അക്കൗണ്ട് നമ്പർ മെസ്സേജ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. 1 മിനിറ്റ്. നമ്മൾ ഇനി എപ്പോഴാ മീറ്റ് ചെയ്യുന്നേ? നോട്ടി. ഫ്രീ ടൈം ഉള്ളപ്പോ ഞാൻ തന്നെ വിളിച്ചോളാം. തീർച്ചയായിട്ടും അക്കൗണ്ട് SMS ചെയ്യ്. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ SMS ചെയ്യാം. അളവിലാതെ തെണ്ടി. പെണ്ണ് വേണം പോലെ പെണ്ണ്. എന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. പറയടാ. എനിക്ക് എല്ലാം അറിയാം. അടുത്ത മാസം നിന്റെ അച്ഛൻ റിട്ടയർ ആകാൻ പോകുന്നു. അനീതിയെ കല്യാണം കഴിച്ചയക്കണം. നിനക്കൊരു ജോലി വേണം. ഇതൊക്കെയല്ലേ മനസ്സിൽ കിടന്ന് ഓടുന്നത്. നീ പറഞ്ഞു ശരിയടാ. നീ ആടാ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ. ഡയലോഗ് ഒന്നും അടിക്കണ്ട. നോക്ക്,
പൂനെയിൽ എന്റെ അങ്കിളിന്റെ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്. മിനിയാന്ന് ഞാൻ അങ്കിളിനോട് സംസാരിച്ചു. അടുത്ത ആഴ്ച നിനക്ക് അവിടെ ഇന്റർവ്യൂ ഉണ്ട്. നേരാണോ? ഓൾ ദി ബെസ്റ്റ് ഡാ. താങ്ക്സ് ഡാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ യു റിലാക്സ്. ഇതാ നിങ്ങളുണ്ടല്ലോ. ഒന്നും കൊണ്ടെടുത്തോ. ഡാ, ഈ ടീഷർട്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. താങ്ക് യു സോ മച്ച്. വെയിറ്റ് അച്ഛാ, ഇതാ ഗൗതമിന്റെ ഗിഫ്റ്റ്. Smile, please. One second. Yeah. ഗൗതം, നീ വന്നിട്ട് കുറെ നേരമായോ? ഇപ്പോഴാ അങ്കിൾ. ഇതാ, ശ്രവന്തിയുടെ കല്യാണം ഏർപ്പാട് ചെയ്യണം. വളരെ സന്തോഷമുണ്ട്. എനിക്കെപ്പോഴും സഹായമായിട്ടിരിക്കേണ്ടവൻ ഇങ്ങനെ പെട്ടെന്ന് എന്നെ വിട്ടിട്ട് പോയി. അച്ഛാ, എനിക്ക് ജോലി കിട്ടി. ആഹാ, കൊള്ളവല്ല മോനെ. ശമ്പളം എത്ര നിനക്ക്? 30,000 അച്ഛാ. 30,000? ഗുഡ് ഗുഡ് ഗുഡ്. മോളെ ശ്രവന്തി, ഇങ്ങോ വന്നേ. നിന്റെ ചേട്ടനെ ജോലി കിട്ടിയെന്ന്. ഒരു ആണോ? മിനിറ്റ്. ഹലോ, കൺഗ്രാറ്റ്സ് ചേട്ടാ. താങ്ക് യു. അതെ, നീ വരുമ്പോ എനിക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരുന്നേ? എന്താ നിനക്ക് വേണ്ടേ? ഒരു ചെക്കനെ കൊണ്ടുവരട്ടെ? എപ്പോഴും എന്റെ കല്യാണത്തിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. ശരി, എന്നാ ആ ഫോണൊന്ന് അച്ഛന് കൊടുത്തേ. ശരി, എപ്പോഴാ നീ പുറപ്പെടുന്നത്? അച്ഛാ, റിസർവേഷൻ ചെയ്തു. ഞാൻ നാളെ രാവിലെ എത്തും അച്ഛാ. രാവിലെ തന്നെ വീട്ടിലെത്തൂന്ന് പറഞ്ഞവനാ അവസാനം ഡെഡ് ബോഡിയാ വന്നത്. അതിനുശേഷം ഈ കുടുംബത്തിലെ ചെലവെല്ലാം നോക്കുന്നത് നീയാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം നടുവീതി വരേണ്ടി വന്നിരിക്കുമായിരുന്നു. അങ്ങനെയൊന്നും പറയരുത് അങ്കിൾ. അവനെന്ന് അങ്കിളിന് ഫോൺ ചെയ്തതിന് മുമ്പ് എനിക്ക് ഫോൺ ചെയ്ത് വളരെ സന്തോഷമായിട്ടാണ് സംസാരിച്ചത്. അവന് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ശ്രവന്തിയുടെ കല്യാണത്തിന് ഇനി തടസ്സം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അവൻ ആർക്കും യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെ നല്ലവനായ അവനെ അന്യായമായിട്ട് കൊന്നുകളഞ്ഞു ആ തീവ്രവാദി പാർട്ടികൾ. ദേ, ഈ സാരി കൊള്ളാം കേട്ടോ. ഇതിനെന്താ വില? ഓ, ഇതല്പം കൂടുതലാ. എക്സ്ക്യൂസ് മീ, ഡിസൈനർ സാരി സെക്ഷൻ എവിടെയാ? ഓക്കെ, താങ്ക്സ്. ദേ, നോക്കിയടി, മയൂരി കോസ്മെറ്റിക്സിന്റെ മോഡലാണോ വന്നിരിക്കുന്നത്? അതെ അതെ. ഡിസൈനർ സാരീസ് ഒന്ന് കാണിക്കൂ. സർ, എന്താണോ? ഈ മോഡൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. എവിടാടോ? അതെ സർ, അങ്ങോട്ട് നോക്കി. വെൽക്കം ടു അവർ കലാമന്ദിർ ഷോറൂം മാഡം. നിങ്ങൾക്ക് എന്നെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? എന്താ മാഡം ഇത്? നിങ്ങളെ ഞങ്ങൾക്ക് നന്നായി പരിചയമുണ്ടല്ലോ. എടോ, മാഡത്തിന് എന്ത് വേണോ അതൊക്കെ എടുത്തു കൊടുത്തേക്കണം. ബില്ല് ഒരിക്കലും ഇടാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ വന്നതിന് ഒരു ചെറിയ ഗിഫ്റ്റ് ആണിത്. ഞങ്ങളുടെ ഒരു ആഡ് മാഡം ചെയ്തു തരികയും വേണം. നിങ്ങൾ എന്തായി പറയുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആള് മാറിയെന്നാ തോന്നുന്നത്. നല്ല തമാശ ആണല്ലോ മാഡം. വെളിയിൽ ഇത്രയും വലിയ ബോർഡിങ് വെച്ചിട്ട് നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകും മാഡം? എടാ, മാഡത്തിന് ആവശ്യമുള്ള എടുത്തോട്. മാഡം, നിങ്ങളുടെ ആഡ് വളരെ നന്നായിട്ടുണ്ട്. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരൂ പ്ലീസ്. താങ്ക് യു മാഡം. മാഡം, വൺ ഫോട്ടോ പ്ലീസ്. കൺഗ്രാറ്റ്സ് മാഡം, നിങ്ങളുടെ ആഡ് വളരെ നന്നായിരുന്നു. യെസ് മാഡം. യു ആർ സോ ബ്യൂട്ടിഫുൾ. സൂപ്പർ സൂപ്പർ. യെസ് ഹലോ മാഡം. മാഡം. ഹലോ മാഡം. ഹായ്. സൂപ്പർ മാം. ഹലോ മാഡം. കൺഗ്രാറ്റ്സ് മാഡം. ഓക്കേ. ബൈ. ദർശൻ പറയടാ. ചേട്ടോ, സിറ്റി മൊത്തം നമ്മുടെ പരസ്യമാണല്ലോ. ഈ കലാമന്ദിറിന് മുമ്പിൽ 2 ഓഡിങ് വെക്കാൻ പറഞ്ഞിട്ട് അവന്മാർ ഒന്നേ വെച്ചുള്ളൂ. ശരി ശരി, പ്രകാശ് രാജിനോട് ഫോൺ ചെയ്ത് ചോദിക്കേ. ശരിയേട്ടാ. എടാ, മയൂരി കോസ്മെറ്റിക്സിന്റെ മോഡൽ വന്നിട്ടല്ലോ. പോയി നോക്കാം. എല്ലാരും ഒന്ന് മാറി. അയ്യോ, ഈശ്വരാ, ഇതാരാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഇവിടെ കണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ആഡ് ചെയ്തത് ഞാനല്ല. ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുമില്ല. ആ ആഡ് ചെയ്തത് ഞങ്ങളാ.
മയൂരി കോസ്മെറ്റിക്സിന് വേണ്ടി ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ് ഗൗതം നിങ്ങളുടെ ഫേസ് കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തതാ. നിങ്ങൾ ലൈവ് ആണെന്ന് അറിഞ്ഞ അയാളുടെ കാര്യം പോക്കാം. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അയാളുടെ ഫോൺ നമ്പർ ഒന്ന് തരോ? എന്തിന് ഇപ്പൊ തന്നെ വിളിച്ചു തരാവുന്നേ. എന്താടാ വീണ്ടും? ചേട്ടോ, നിങ്ങൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച കാമാക്ഷി ജീവനോടുണ്ട്. ഇറ്റ്സ് ഇമ്പോസിബിൾ. ആ പെണ്ണെ എങ്ങനെ വരാനാടാ? രാവിലെ തന്നെ വെള്ളത്തിലാണോ? ഇഞ്ഞോ നോക്ക് ചേട്ടാ, ആ പെണ്ണിനെ കണ്ടതിന് ശേഷം എനിക്ക് ബോധമില്ല. ഒരു മിനിറ്റ് എനിക്ക് അവരോട് സംസാരിക്കാൻ പറയാം. ഇന്നാ മേഡം സംസാരിക്കും. ഹലോ, ഹലോ, ദിസ് ഇസ് ഗൗതം. അച്ചടിച്ചു വെച്ചതുപോലെ അത്രയ്ക്ക് നന്നായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? സോറി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എനിക്ക് അർജന്റായിട്ട് കാണണം. എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. ഞാനിപ്പോ തന്നെ വരാം. ഫോൺ ദർശനം കൊടുക്കൂ. ഓക്കെ. ചേട്ടോ, എടാ നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? കലാമന്ദിർ ഷോറൂമിനുള്ളിലുണ്ട്. അടുത്ത് ബ്ലൂ മൂൺ ഹോട്ടലിലെ. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ശരി ചേട്ടാ, വാ മേഡം. ചേട്ടാ, എന്നാ ഈ കോഫി കുടിക്കേ? ഒന്നും വേണ്ട. എന്റെ ബാഗിന്റെ താക്കോൽ എവിടെ? എവിടെ പോവാനോ അവിടെ തന്നെ കാണും. ചേട്ടാ, ഇത് ഇവിടെ ഉണ്ടെങ്കി എന്താണ് നിനക്കത്ര ധൃതി? I want a girl who's gonna be the jerk of all. Maybe she's got a funky part that's no one's ever got. അങ്ങോട്ട് നോക്ക്. അണ്ണോ, അണ്ണന്റെ സൃഷ്ടി. ഹായ്. സർപ്രൈസിങ്. ഇനിയും എനിക്ക് നിങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. Somewhere you have seen me. നോ ചാൻസ്. Really? പ്രോമിസ്. It's a wonder. അത്രയും അക്യൂറേറ്റ് ആയിട്ട് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്ത്? എത്രയോ പേരുടെ സൗന്ദര്യം ചേർത്താൻ നിങ്ങളെ ഉണ്ടാക്കി. You're a genius. മാഡം, ആ? ഓട്ടോഗ്രാഫ് പ്ലീസ്. Okay. സർ, മാഡത്തിന് കൂടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? താങ്ക് യു മാഡം. You're welcome. കണ്ടില്ലേ ഞാൻ എന്തുമാത്രം പോപ്പുലർ ആയെന്ന്? ഞങ്ങളെയൊന്നും മറന്നേക്കരുത്. ഓ, ഫോൺ എന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറയാനായിരിക്കും. പറഞ്ഞോ അമ്മേ. ഇന്ന് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിരുന്നതാ. ഞാൻ എന്താ പറയണ്ടേ? നേരത്തെ ഓക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? എനിക്കിപ്പോ എന്തോ വേണ്ടാന്ന് തോന്നുന്നു. അതെന്താ? എന്താ കാരണം? ഇങ്ങനെ പോവാണെങ്കിൽ ഈ ജന്മം നിന്റെ കല്യാണം നടക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒരാളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ ധൃതിയൊന്നും ഇല്ല അമ്മ. അതെന്താ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നീ? ഹലോ, എന്ത് പറ്റിയടി? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, ലൈനിലുണ്ടോ നീ?
അത് പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ആ കല്യാണം കഴിച്ചതാ. 2 ആണും 1 പെണ്ണും. ഒരുത്തൻ 8ാം ക്ലാസ്സിലും രണ്ടാമത്തെ 6ാം ക്ലാസ്സിലും. അടുത്തത് UKG. ഇപ്പൊ വീണ്ടും എന്റെ ഭാര്യ കൺസീവ് ആണ്. നിങ്ങൾക്കറിയോ? ഓഹോ, നിങ്ങൾക്ക് നോണ പറയാൻ പോലും അറിയില്ല. അല്ല എന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ ചെരുപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതൊന്ന് നിങ്ങളെ കാണാനായിട്ട് പെട്ടെന്ന് വന്നപ്പോ അങ്ങനെയാണോ? അപ്പൊ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞില്ല? I want a girl who's gonna be the jerk of all. Maybe she's got a funky part that's no one's ever got. The shy girls are the real ones, they're never gonna show up. The shy girls are the real ones, they're never gonna show up. Maybe the book of girls are not into my curve. I think the girl I need has gotta be the girl. I want a girl who's gonna be the jerk of all. Maybe she's got a funky part that's no one's ever got. വെള്ളം ഒഴിച്ചത് നീയായിരുന്നോ? അല്ലാതെ സ്വപ്നത്തിൽ വന്ന ഹീറോയിൻ ആണെന്ന് വിചാരിച്ചോ? എന്നാലും വെള്ളം ഒഴിച്ച് എണീപ്പിക്കും ഞാനെന്താ ബോധം കെട്ട് കിടക്കായിരുന്നോ? നിന്റെ ബോസ് ഇതോടെ 10 പ്രാവശ്യം വിളിച്ചു. നീ ഫോൺ എടുക്കാത്തതുകൊണ്ട് വീട്ടിലേക്കുള്ള ഫോണിലേക്കും വിളിച്ചു. വേഗം ഓഫീസിലേക്ക് പോവാൻ നോക്ക്. ശരി, കോഫി എടുത്തുണ്ടോ? ഉം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ദർശൻ, ചേട്ടാ, ഇന്നലെ നീ എനിക്ക് കലാമന്ത്രിന്ന് ഫോൺ ചെയ്തിരുന്നില്ലേ? കലാമന്ത്രിന്നോ? ഞാനോ? എപ്പോഴ്? അതാടാ കാമാക്ഷിയെ കണ്ടെന്ന് പറഞ്ഞ്. ഇവരെയാണോ പറയുന്നേ? അതേടാ കാമാക്ഷിയെ ബ്ലൂ മൂൺ ഹോട്ടലിൽ പരിചയപ്പെടുത്തന്ന്. നമ്മൾ അവിടെങ്ങുമല്ല പോയത്, ബാറില. രാത്രി ബിയറല്ലേ നമ്മള് കഴിച്ചത്. എന്തോ നടയത്? കോഫി. ചേട്ടന് ഇപ്പൊ വേണ്ടത് കോഫി അല്ല, കൂൾ. ഏ? അതാടോ മോര്. വേഗം പോയി നീ എടുത്തോണ്ട് വാ. ആ, ഹാങ് ഓവറിന് വളരെ നല്ലതാ. ഇവിടെ നോക്ക്, റെയിൻബോ ഏജൻസിയുമായി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതാ. ഈ പെണ്ണിനെ നമ്മുടെ കമ്പനിയുടെ മോഡലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്തേക്കാം. ദേഹം മുഴുവൻ തുണി ചുറ്റി പൂവും പൊട്ടും വെച്ച് കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട് ഇവളെ കാണാൻ. ഈ പെണ്ണെങ്ങനെയാ സർ സൂട്ടാവുക? പൊട്ടെടുത്ത് മാറ്റാം, മുടി അഴിച്ചിടാം, തുണി ഊരി മാറ്റാന്നേ, കയ്യിലൊരു ബിയർ ബോട്ടിലും കൊടുക്കാം. നമ്മുടെ ആഡിന് നല്ല കിക്കും കിട്ടും. എന്താ പോരെ? ഞങ്ങളുടെ ലിക്കർ ആഡിന് നല്ല കിക്കുള്ള പെണ്ണ് വേണം. ഈ പെണ്ണിനെ കിട്ടിയാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കോസ്റ്റ് അധികമായിരുന്നു പ്രശ്നമില്ല, പക്ഷെ കോസ്റ്റ്യൂംസ് കുറവായ നന്നായിരുന്നു. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വരില്ല. അപ്പൊ നാളെ മുതൽ ഞാനും വരില്ല. ആ, ശരി വരാം. ഇവിടെ ഇരിക്കണേ, പോയിക്കളയല്ലേ. ആ സോഡാ കുപ്പിക്കാരന്റെ ആഡിന് വേണ്ടിട്ട് അങ്ങനെ ഒരു ഗെയിം കളിച്ചത്. ഇയാളോട് സത്യം തുറന്നു പറഞ്ഞേക്കണം, അങ്ങനെ ഒരു പെണ്ണ് ഇല്ലെന്ന്. എന്താ അവിടെ ഒരു സ്വകാര്യം പറയുന്നേ? ഞങ്ങളെ പെണ്ണിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഈ പെണ്ണിനെ കിട്ടില്ല. ഇവിടെ ഇല്ലെന്നോ? അല്ല, ഒരിടത്തും ഇല്ല. എവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് ഞങ്ങളുടെ ആള് ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാ. വളരെ നല്ലത്. എവിടെയാണെന്ന് കാണിക്കേ. ഫോട്ടോ കണ്ട ആൾക്കാർ ഞെട്ടണം. നിങ്ങൾ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ആഡ് തന്നെ തീർത്തേക്കാലോ. എത്രയാ വേണ്ടത്? 10 lakhs അഡ്വാൻസ്. ചെക്ക് പിടിച്ചോ. താങ്ക് യു. ഡിസൈൻസ് ഒക്കെ അത്ഭുതപ്പെടുന്നതായിരിക്കണം. റെഡി ആയാൽ ഉടനെ വിളിച്ചു പറയണം. ഓക്കെ. Sure, sir. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. താങ്ക്സ് സർ. ഈ പെണ്ണിനെ ഏത് സമയത്താണോ ക്രിയേറ്റ് ചെയ്തത്? ഉണ്ടെന്നൊരുത്തൻ, ഇല്ലെന്ന് വേറൊരുത്തൻ. ലക്ഷക്കണക്കിന് രൂപയല്ലേ ഈ പെണ്ണിന്റെ പേരിൽ കിട്ടുന്നത്. ഇത് കാമാക്ഷിയല്ല, നമുക്കിത് കുബേരസ്വാമിയാണേ. ഈ പെണ്ണ് സത്യത്തിൽ ജീവിച്ചിരിപ്പില്ലേ? അത് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഉണ്ടാകുമായിരുന്നു. മനുഷ്യരായ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാവാനാ? നിന്നെ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കാണാൻ മനസ്സനുവദിക്കുന്നില്ല. നീ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ കാണിക്കില്ലായിരുന്നു.
എൻഗേജ്മെന്റ് എന്നായപ്പോഴത്തേക്ക് പെണ്ണിന് നാണം കൂടിയല്ലോ. എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ്. എന്തിനാടാ? എന്തിനാണെന്നോ, ഇവിടെ കാരണം എന്തോരം ടോർച്ചറാ എനിക്ക്. എന്ത് ടോർച്ചറാടോ? എന്ത് ടോർച്ചർന്നോ? ഒരു ക്രിക്കറ്റ് ടിക്കറ്റ് വാങ്ങണമെന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണ ചിലവിനെ കുറിച്ച് പറയും. ഒരു ജീൻസ് വാങ്ങണമെന്ന് വെച്ചാൽ 1000 രൂപ തരില്ല. പക്ഷെ നിനക്ക് മാത്രം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കൊട്ടക്കണക്കിന് ചെലവാക്കല്ലോ. എന്തിനാണെന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞോളയും. കുറഞ്ഞതൊരു സൈക്കിളെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞാൽ നിനക്ക് ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും ഇല്ലാതാക്കും. 14 വർഷമായി ഇവളെ സഹിക്കുന്നതിന് എന്നെ സമ്മതിക്കണം എന്റെ അച്ഛാ. ആഹാ. ഓ എന്റെ ഈശ്വരാ, ഇവന്റെ സിനിമ ഡയലോഗ് എനിക്ക് സഹിക്കാൻ ഞാൻ പറ്റുന്നില്ല. പോയതിനു ശേഷം ഈ സ്വത്തുക്കൾ മുഴുവനും നിന്റെ തലയിലെടുത്ത് വെച്ചോണ്ട് ശരി, നടക്കാം. നടന്നാളാം. അതൊക്കെ പോട്ടെ, ജെറീനിക്ക് ഫോൺ ചെയ്ത് എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞോ? അയ്യോ മറന്നുപോയി. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാവേ. ഹായ്. ഞാനൊരു അർജുന് കോൾ ചെയ്തിട്ട് വട്ടെ. ഒന്നിരിക്കുക കേട്ടോ. ഹായ് അങ്കിൾ. ഹായ്. ഹായ് സെറീന. ഹായ് മീനാക്ഷി. ഏയ് എന്റെ എൻഗേജ്മെന്റ് ആണ് മറ്റന്നാ. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. ആരാണ് ആ ഭാഗ്യശാലി? ഇവിടെ തന്നെയാ വൈസാഗില് സ്റ്റീൽ പ്ലാന്റിലെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് മാത്രം പറഞ്ഞിട്ട് മുങ്ങിക്കളയാന്ന് വിചാരിക്കണ്ട കേട്ടോ. എൻഗേജ്മെന്റിന് നീ ഇവിടെ കാണണം കേട്ടോ. ഏയ്, കല്യാണത്തിന് വന്നിട്ട് പറയാം. നത്തിങ് ഡൂയിങ്. ചാനലിലെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആണെങ്കിൽ എത്ര കഷ്ടപ്പാടാണെന്ന് അറിയാലോ നിനക്ക്. അതുമാത്രമല്ല, ഞാനിപ്പോ ടേക്കപ്പ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വളരെ റിസ്ക് ആയ ഒരു കാര്യമാണ്. ഞാൻ ഏതു നേരത്തെ എവിടെയാവുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ഇത്? നീ എന്തിനാ ഇങ്ങനെ ഹെഡേക്ക് എടുക്കുന്നത്? കല്യാണം കഴിച്ചു നിനക്ക് സന്തോഷത്തോടെ. നിങ്ങളെ പോലെയുള്ളവരൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. നീ കൂടുതൽ കഥയൊന്നും പറയണ്ട. മറ്റന്നാ എൻഗേജ്മെന്റിന് ഇവിടെ കാണണം നിന്നെ കേട്ടോ. ശരി, മാക്സിമം ട്രൈ ചെയ്യാം. ഏയ് മീനാക്ഷി, ഇമ്പോർട്ടന്റ് കോള് വരുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഓക്കെ ബൈ. ബൈ. ആ കാര്യം പറഞ്ഞു. മാഡം, ഞാൻ നിങ്ങളുടെ ഓഫീസിന്റെ പുറത്താ ഉള്ളത്. ശരി, ഞാനിതാ വരുന്നു. ഗുഡ് മോർണിംഗ്. നമസ്കാരം മാഡം. നമസ്കാരം. എന്നാ പോവാം. ഉമ്മറിനെ കുറിച്ച് എന്തോ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തരാന്ന് പറഞ്ഞല്ലോ. ആ അതെ മാഡം, നാളെ മാർച്ച് 24 ആ മസൂദി ഇടിച്ച ദിവസം. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ, ലാസ്റ്റ് ഇയർ ഇതേ ദിവസം ഉമ്മർ പോലീസിനെതിരെ ഷൂട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. അതെ മാഡം, ഈ വർഷവും എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് സെൻട്രൽ മാർക്കറ്റിൽ പോകണമെന്ന് എന്നോട് അവിടെ വരാൻ പറഞ്ഞു മാഡം. കറക്റ്റ് ഇൻഫർമേഷൻ ആണല്ലോ അല്ലേ? പക്കാ മാഡം. ദാ ഇത് വാങ്ങിക്കൂ. താങ്ക് യു മാഡം. പോലീസുകാർക്ക് ഏത് ഇൻഫർമേഷൻ കൊടുത്താലും 10 പൈസ തരില്ല. ഇനി നിങ്ങൾ പോലീസിന്റെ ഇൻഫോമർ അല്ല, എന്റെ അസിസ്റ്റന്റ് ആണ്. താങ്ക്സ് മാഡം. ശരി, ആ സൈഡിലേക്ക് നിർത്തിക്കൂ. ആ ഓക്കെ മാഡം. സെൻട്രൽ മാർക്കറ്റിലല്ലേ പോണ്ടേ? नहीं बशीर बाग को चलो. जा रहे. ठीक है जी. പറയൂ കരീം. മാഡം, അവന്മാര് പ്ലാൻ ചേഞ്ച് ചെയ്തു. സെൻട്രൽ മാർക്കറ്റ് അല്ല മാഡം, മസ്ജിദ് മാർക്കറ്റ്. ഓക്കെ, പ്ലാൻ ചേഞ്ച്ഡ്. മസ്ജിദ്. ഓക്കെ മാഡം. കം ഓൺ. ഷൂട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. പോലീസ് ഈ പോലീസുകാരനാണ്. അടുത്തോട്ട് വരരുത്. മാറിക്ക് അടുത്തോട്ട് വരരുത്. മാറ. പോ. മോസ്റ്റ് വാണ്ടഡ് മിൽട്ടൺ മുഹമ്മദ് ഉമറുദ്ദീൻ പണി നോക്കാൻ പോ. ഈ സിറ്റിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പട്ടപ്പകലിൽ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ 3 പോലീസുകാരെ കൊന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മാറിക്കാനല്ലോ പറഞ്ഞു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പോലീസുകാരുടെ വിധി ഇതാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഓർത്താണ് ആകെ ഇപ്പൊ പരിഭ്രാന്തി. सलाम अलैकुम अयूम भाई.
वालेकुम सलाम। मुबारक हो भाई, आपने तो हैदराबाद पुलिसों का पैंट गीला कर दिया। शुक्रिया भाई, शुक्रिया। हम लोग का ट्रेनिंग खत्म हुआ। बहुत खुशी की बात है भाई। हैदराबाद को तबाह करने के लिए परसों बांग्लादेश से हैदराबाद को आ रहे हैं। आपसे मिलने के लिए हम भी बेताब है। എടാ മറ്റന്നാൾ രാവിലെ നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. സിക്കന്ദരാബാദ് സ്റ്റേഷനിൽ പോയി അവിടെ പിക്ക് ചെയ്യണം. ശരി ശരി. നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഇവളെന്താ ഇനിയും വരാത്തെ? ഫോൺ ചെയ്തു എടുക്കുന്നില്ല, എന്തോ സംഭവിച്ചിരിക്കുന്നു. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അങ്ങോട്ട് നോക്ക്, ദാ എത്തിയല്ലോ. വന്നാട്ടെ വന്നാട്ടെ, മുഹൂർത്തത്തിന്റെ സമയമായി, വേഗം പൂജ തുടങ്ങ്. മുഹൂർത്തത്തിന്റെ സമയമായിട്ടും നിങ്ങളെന്താ താമസിച്ചത്? മുഹൂർത്തമൊക്കെ ഇരിക്കട്ടെ, ആദ്യം നിങ്ങൾ ഇതിനുള്ള ഉത്തരം പറ, പിന്നെ ഞങ്ങൾ തീരുമാനിക്കാം വേണോ വേണ്ടായോ. മീനാക്ഷി, എന്താ മോളെ ഇത്? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇയാളല്ലെന്നാണോ? സത്യമായിട്ട് ഞാനല്ല. ഇപ്പൊ നിങ്ങൾ ഈ മാഗസിൻ കണ്ടതല്ലേ ഉള്ളൂ. ഞങ്ങൾ നാട് മൊത്തമുള്ള ഓഡിയൻസ് കണ്ടിട്ട് വരിക, എന്നിട്ട് ഈ കള്ളം പറയുന്നേ. ഞങ്ങൾക്ക് വേണ്ടത് മരുമകളെ, മോഡലിനെ അല്ല. സത്യമായിട്ട് അങ്കിൾ, ഇത് ഞാനല്ല. ഈ അഡ്വർടൈസ്മെന്റ് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ അർത്ഥം? ദിവസം എത്ര വെബ്സൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. ആരോ എന്റെ ഫോട്ടോ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക. പിന്നെങ്ങനെ ഞാനല്ലെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് സത്യമല്ലാന്ന് നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്യും. താങ്ക്സ് അനൽ. അതുവരെ നമ്മുടെ എൻഗേജ്മെന്റ് ഒന്ന് മാറ്റിവെക്കാം. നീ ഓക്കെ എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നാളെ തന്നെ ഞാൻ ഹൈദരാബാദിലേക്ക് പോവാ. നാളെ തന്നെ ഞാൻ ഹൈദരാബാദിലേക്ക് എത്തും. അതിനുള്ള നീ റെയിൻബോ ആഡ് ഏജൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കണം. ഓക്കെ, ഞാൻ ലോയറോട് സംസാരിക്കാം. അവന്മാരെ ആരും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. നിങ്ങളുടെ മോഡലിനെ കാണാൻ അതീവ സുന്ദരിയാണെന്ന് നിങ്ങൾ പറഞ്ഞ് ഭയങ്കര അഹങ്കരിച്ചല്ലോ. ഇപ്പൊ കണ്ടില്ല എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്. നല്ല ഫിഗർ ആണെന്ന് കരുതിയതാ, ഇങ്ങനെ പബ്ലിക് ഫിഗർ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഹലോ മന്മദേട്ടാ. നിന്റെ ആഡ് ഇപ്പൊ ഞങ്ങൾ കണ്ടു. അതിലൊരു ട്രൗസർ മാത്രമേ നിനക്കുള്ളൂ. നന്നായിട്ടുണ്ടോ? എനിക്ക് ശരിക്കും ഫീൽ ആയി. നീ ഇങ്ങനെ പബ്ലിക് ഫിഗർ ആകാൻ പാടില്ലായിരുന്നു. ഏയ് സോറി, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ചെയ്ത ആഡാ. അതിനുശേഷം ഞാൻ അതുപോലത്തെ ആഡൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആ ബിഗ്നി ആഡ് പോലും ക്യാൻസൽ ചെയ്തത്. അതെനിക്കറിയാം. അല്ലാതെ ഒരു കോണ്ടം ആഡ് ഉണ്ടായിരുന്നു, ചെയ്തോട്ടെ. കോണ്ടോ ആഡോ? വേണ്ട ഡാർലിംഗ്, നീ അങ്ങനെ പബ്ലിക് ഫിഗർ ആകണ്ട. എനിക്ക് മാത്രം പേഴ്സണൽ. എന്നാ ഭഗവാനും ഭക്തനും ഇഷ്ടപ്പെടുന്ന അംബിക ദർബാർ ചന്ദ്രതിരിയുടെ ആഡ് ചെയ്തോട്ടെ. കണ്ടില്ലേ, അവൾ എനിക്ക് അഡിക്റ്റ് ആയി. ഞാൻ എന്തു പറയുന്നു അത് കേൾക്കും. ശരി, നമുക്ക് എപ്പോ മീറ്റ് ചെയ്യാം? എവിടാ? ഹോട്ടലിൽ റൂം എടുക്കട്ടെ? എപ്പോഴാ? നാളെ തന്നെ. പക്ഷേ ഒരു സ്മോൾ റിക്വസ്റ്റ്. പറയുന്നേ, റിക്വസ്റ്റ് വേണ്ട, നീ ഓർഡർ ഇട്. എന്റെ അമ്മയ്ക്ക് പനിയാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം. ഒരു 25,000 എന്റെ അക്കൗണ്ടിലേക്ക് ഇടാമോ? ഇപ്പൊ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ട് ആ നമ്പറിൽ നിനക്ക് തന്നേക്കാം. തീർച്ചയായിട്ടും വരാം മന്മദേട്ടാ. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഹായ് ബിയർ ബേബി. പോസ്റ്ററിലുള്ളതെക്കാളും നേരിട്ട് കാണാനാണല്ലോ ഫോട്ടോ. എൻജോയ് ബോസ്. Shut up, you idiots. ഹലോ മാഡം. പറയൂ കരീം. ബംഗ്ലാദേശിൽ ചില മിലിറ്റൻസ് ഓൾഡ് സിറ്റിയിലേക്ക് ഒമറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒന്ന് വേഗം വരും മാഡം. ഞാനിതാ വരുന്നു.
ഓ ഗോഡ്. إن أشرف الموت هو القتل، وأشرف القتل وأعظم الشهادة هو أن يقتل الإنسان في سبيل الله. उमर भाई, आइए भाई आइए। सलाम वालेकुम खयूम भाई। वालेकुम सलाम। सब खैरियत से है ना? कैसे हो भाई? अल्हम्दुलिल्लाह। बोलो भाई क्या लेंगे? अरे भाई, हैदराबाद की बिरयानी और ईरानी चाय सारी दुनिया में मशहूर है। बिरयानी तो शाम में खाना ही है, फिर चाय तो पिला दे भाई। अरे छोटे, जाके मदीना से कड़क चाय ले क्या। माशाअल्लाह। भाई आपने तो हैदराबाद पुलिस का पैंट गीला कर दिया। भाई ये कौन सी बड़ी बात है, इस बार तो 50-100 में नहीं हजारों में उड़ाना इस सालों को। रही जाके देख। एम्बुलेंस है भाई। चलो भाई, इनसे मिलो। ये है मोहम्मद तारिक और ये मोहम्मद अख्तर। ये दोनों किसी भी तरह के बम बनाने में माहिर है। परसों गोहती की कामयाबी इन्हीं की है। अच्छा, अरे वाह। खैर छोड़ो, अभी प्लान क्या है? चलो बोलता हूँ। हम लोगों को 2 ग्रुप बना के 2 जगह पे हल्ला मचाना है। वो है असेंबली और दूसरा सिकंदराबाद रेलवे स्टेशन। पिछली बार पार्लियामेंट मिस हो गया, इस बार असेंबली मिस नहीं होने दूंगा। नहीं खयूम भाई, तुम लोग रेलवे स्टेशन का काम देख लो। क्यों? अच्छी तरह से जानता हूं, और ये सब तुम लोग नहीं जानते। देख लूंगा। लेकिन वहां पर तो आसानी से पकड़े जाने का खतरा है, क्योंकि सिक्योरिटी ज्यादा रहेगा। इस ब्लास्ट के बाद पकड़ने के लिए ना पुलिस वाले रहेंगे और पकड़े जाने के लिए ना हम रहेंगे। ह्यूमन बम बन के एम्बुलेंस के साथ असेंबली में घुसकर ब्लास्ट करेंगे, और ये बम का पावर तकरीबन 1 किलोमीटर तक फैलेगा। आप तो सच्चे जियादी हो भाई। हम तीनों सिकंदराबाद रेलवे स्टेशन को उड़ा देंगे। 3 प्लेटफॉर्म पर 3 बैग लगा देंगे। स्टेशन से बाहर आके सेल फोन से डायल करेंगे। रिंग होने के बाद जो बैग्स में रखे हुए बम्स का सर्किट इग्निट होके पूरा स्टेशन ब्लास्ट हो जाएगा। बम का बंदोबस्त क्या हुआ? आज ठीक 10 बजे मोजमजय मार्केट को मिर्ची की लोड से बम और उससे ताल्लुकात रखने के सब चीज आ रहे हैं, उन्हें इकट्ठा कर लेना है। ये दिन भारत के लिए बहुत भयानक दिन होना चाहिए। കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പോവും. താങ്ക്സ് കരീം, നല്ലൊരു ഇൻഫർമേഷൻ. കാശൊന്നും വേണ്ട മേഡം. ഇത്രയും നാൾ ഞാൻ ജീവിക്കാൻ വേണ്ടിയാ പൈസ വാങ്ങിച്ചത്. പക്ഷെ ഇന്ന് ഇത്രയും പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് മതി മേഡം. എനിക്ക് കാശ് വേണ്ട മേഡം. താങ്ക്സ് കരീം. ഓക്കെ മേഡം. നമ്മുടെ നാടിനെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ചാനലിനും ഇതൊരു സെൻസേഷൻ ന്യൂസ് ആയിരിക്കും. ഉടനെ തന്നെ ഈ DVD പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അതിനുശേഷം AK ട്രാൻസ്പോർട്ടിലേക്കും പോണം. ഓക്കെ മേഡം. ഓക്കെ. അയ്യോ, മീനാക്ഷി വന്നെന്ന് തോന്നുന്നു. 5 മിസ്ഡ് കോൾസ്. ഹലോ. സോറി മീനാക്ഷി, നീ ഇത്ര പെട്ടെന്ന് വന്നോ? ആക്ച്വലി മൊബൈൽ സൈലന്റിലായിരുന്നു. ഞാൻ നിന്റെ കോൾ വന്ന് ശ്രദ്ധിച്ചില്ല. ഇപ്പോഴേ ഞാൻ വന്നു. നിന്റെ ഫ്ലാറ്റ് ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ റൂം എടുത്തു. ഏത് ഹോട്ടലാ? നാംപള്ളി ഹരിത ഹോട്ടലിലോ. നാംപള്ളി ഹരിത ഹോട്ടലോ? വരുന്നു ഇങ്ങോട്ട്. ആക്ച്വലി മീനാക്ഷി, ഞാനൊരു ഇമ്പോർട്ടന്റ് വർക്കിലാണ്. എനിക്ക് അത്രയും ദൂരം വരാൻ കഴിയില്ല. നമുക്ക് 2 പേർക്കും കൺവീനിയന്റ് ആയിരിക്കും. അഫ്സർഗൺ സ്കൈലൻഡ് റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. എക്സ്ക്യൂസ് മീ. പറയണ സാർ.
ഐ ആം മന്മഥ റാവു. ഒരു റൂം ബുക്ക് ചെയ്തിരുന്നല്ലോ. 1 minute, sir. യെസ്. Okay, sir. This is your key, sir. താങ്ക് യു. Most welcome, sir. ടൈം പാസ്സാ അങ്ങനെയൊന്നുമില്ല സർ. ഇയാളെങ്ങനെ വിളിക്കുന്നത്? വൈകിട്ട് ഇത്തിരി നേരത്തെ ഇന്ന് പോകണം. വൈകുന്നേരം റൂം ബുക്ക് ചെയ്യാൻ ഇവളെന്താ കട്ട് ചെയ്യുന്നേ? ഫയൽസ് ഒന്ന് അയച്ചേക്കണേ. ശ്ശൂ. ഇയാളെ കൊണ്ട് ഓ, വീണ്ടും കട്ട് ചെയ്യുന്നു. അവളോട് ചോദിച്ചിട്ടല്ലേ റൂം ബുക്ക് ചെയ്തേ, എന്നിട്ട് ഇവൾ എന്തിനാ എന്റെ ഫോൺ കട്ട് ചെയ്യുന്നത്? ചിലപ്പോ നമ്മളെ പറ്റിക്കാനായിരിക്കും. അങ്ങനൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓ, കാമു വന്നല്ലോ. അതിനാണോ ഫോൺ കട്ട് ചെയ്തത്? നൈസ്. ഹായ് കാമു. സോറി സോറി, ആള് മാറിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം. എടോ ഒന്ന് മാറോ. ഹായ് കാമു. നീ ഫോൺ കട്ട് ചെയ്തപ്പോഴേ നീ വരില്ലെന്നാ ഞാൻ കരുതിയത്. എന്തായാലും വന്നല്ലോ. നമ്മുടെ റൂം അവിടെ ഉള്ളു. ഇങ്ങോട്ട് എന്തിനാ പോന്നെ? രാത്രി ഞാൻ റൂം നമ്പർ പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്താ മറന്നുപോയോ? ഞാൻ ആരാണെന്നോ? ഏയ്, നിനക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനാണ് മന്മഥൻ. നീ എന്നെ മറന്നുപോയോ? എന്തിനാ എന്നെ അടിച്ചേ? മീനാക്ഷി ആരാവൻ? മീനാക്ഷിയോ? അല്ല, കാമാക്ഷിയത്. ഇതാരാ? ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയരുത്. കൊള്ളാമല്ലോ നീ. അതിനുള്ളിൽ എല്ലാ കാര്യവും മറന്നുപോയോ? 25,000 രൂപ അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടില്ലേ? അതിന്റെ സ്ലിപ്പ് കൂടെ എന്റെ കയ്യിലുണ്ട്. ദാ കാണിക്കാം. ദാ കണ്ടില്ലേ കണ്ടില്ലേ? നിനക്ക് പൈസ മേടിച്ചതോ? ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരെന്ന് വിചാരിച്ച സംസാരിച്ചോണ്ടിരിക്കുന്നത്? മയൂരി കോസ്മെറ്റിക്സിന്റെ MD ഞാൻ. എന്റെ അടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി 3 ലക്ഷം രൂപ ഇവര് വാങ്ങിച്ചു. അതുമല്ലാതെ ഞങ്ങൾ വളരെ ക്ലോസാ. ഇപ്പൊ നിന്നെ കണ്ടപ്പോ അവക്ക് എന്നെ വേണ്ട, നിന്നെ മതിയെന്ന്. പോടാ, ചെല്ല് ചെല്ല്. എന്നെ പറ്റിക്കാൻ നോക്കുവാന്നോ? ഇയാൾ പറയുന്നതൊന്നും. ഡോണ്ട് ട്രൈ ടു ചീറ്റ് മീ. എനിക്കിതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്റെ ഭാര്യ ഭംഗിയായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നാട്ടുകാരെ കാണിച്ച് രസിപ്പിക്കാനല്ല. ഗുഡ് ബൈ. കാമു, ഇതെല്ലാം ആക്ടിംഗ് ആയിരുന്നു. അവൻ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ? വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ആരാ ഇയാള്? ഇയാളുടെ അടുത്ത് ആരും എന്റെ പേര് പറഞ്ഞ് 3 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. അതിന് എന്നെ ശല്യപ്പെടുത്തുക. അതേ ചെറിയ എന്നെ കയറി പിടിച്ചായിരുന്നു. ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ കെടുത്താൻ വന്നിരിക്കുകയാണോ? എടോ, എല്ലാവരും കൂടെ അവരെ കൈകാര്യം ചെയ്യുക. എന്താടി ഇങ്ങനെ സംഭവിച്ചത്? നീ ഏതായാലും അനിലിനെ വിളിക്ക്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ആഡ് ഏജൻസിയാണ് എന്റെ ജീവിതം നശിക്കാൻ കാരണമായത്. വെറുതെ വിടരുത്. അവന്മാരെ കണ്ടുപിടിച്ചേ മതിയാവൂ. കൂൾ ഡൗൺ. ഞാൻ ഫുൾ എൻക്വയറി ചെയ്തു കഴിഞ്ഞു. ലോയറോടും കമ്മീഷണറോടും ഡിസ്കസ് ചെയ്തു. മാനനഷ്ട വഴക്കിട്ട് കോടി രൂപ അവന്മാരോട് ഡിമാൻഡ് ചെയ്യാമെന്നും പറഞ്ഞു. അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? മീനു, എനിക്കൊരു 1 മണിക്കൂർ സമയം താ. ഇമ്പോർട്ടന്റ് അസൈൻമെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് 2 പേർക്ക് ഒന്നിച്ച് ആഡ് ഏജൻസിയിലേക്ക് പോവാം. ഇപ്പോഴല്ലേ വന്നത്? ഇപ്പൊ തന്നെ പോവോ? വേഗം ചേട്ടാ, ആ പെണ്ണ ആ ക്യാബിൽ കയറുന്നില്ലേ? ആ പെണ്ണല്ലേ? അല്ല ബൈ, ഓഡിങ്ങിലുള്ള ആ പെണ്ണ്. എന്താണോ തനിക്ക് വട്ടാണോ? സത്യമായിട്ടും പറയുക, ഓഡിങ്ങിലുള്ള ആ പെണ്ണ് തന്നെയാ. റെയിൻബോ ആഡ് ഏജൻസി വരികടാ. ആ ബോംബെ മോഡൽസ് നാളെ എത്ര മണിക്ക് വരുമെന്ന് ഫോൺ ചെയ്തൊന്ന് തിരക്ക് കേട്ടോ. നിങ്ങളുടെ MD ഉണ്ടോ? ഞാൻ കാണുന്നത് സത്യമാണോ? നിങ്ങളുടെ MD എവിടെയാ? ഈ പെണ്ണ് ഭയങ്കര ബിസിയാണ്. 70 lakhs ആണ് ഡിമാൻഡ്. നിങ്ങൾ 10 ലക്ഷം തന്നാ ഞാൻ ഓക്കെ ആക്കി തരാം. ആരാടാ ഓക്കെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? സ്വിമ്മിംഗ് സൂട്ടിലാണ് ഫോട്ടോ ഇട്ടിരിക്കുന്നത്. എന്ത് ധൈര്യം നിനക്ക്, ഇഡിയറ്റ്? എത്ര ധൈര്യം ഉണ്ടോ നിനക്ക് ഇങ്ങനെ ഫോട്ടോ വെക്കാൻ? വീട്ടിൽ കാശ് ഉണ്ടാക്കാൻ നോക്കുന്നോ? പിന്നെ വേഗം വന്നേക്കാം സാർ. നിങ്ങൾ സത്യത്തിൽ കാമാക്ഷി ബസ്സാണോ? ആരാടാ നീ? നീയാണ് ഈ കൂട്ടത്തിൽ. എടാ ഗൗതമേ, നീ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയ പെണ്ണ് ശരിക്കും വന്നു കഴിഞ്ഞടാ. എന്താ ഇത്? നിങ്ങളെ സെമി ന്യൂഡായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഇവൻ തന്നെയാണ്. അയ്യോ, നീയായിരുന്നോടോ അത്? നീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. അയ്യോ, അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചുണ്ടുകൾ. കാമാക്ഷിയല്ലേ? This is really shocking.
ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഡോണ്ട് ടോക്ക് റബിഷ്. എന്നെ നീ എവിടെ വെച്ചാ കണ്ടത്? എത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്നേ? ഞാൻ അറിയാതെ എപ്പോഴും നീ എന്റെ ഫോട്ടോസ് എടുത്തത്? നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്, ഇങ്ങോട്ട് വാ. ഞാൻ പറയുന്നത് കേക്ക്. എന്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്? യു മേഡ് മൈ ലൈഫ് ഹെൽ. നിങ്ങളെ ഞാൻ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ പെണ്ണിന്റെ കണ്ണുകൾ, ഈ പെണ്ണിന്റെ മൂക്ക്, ഈ പെണ്ണിന്റെ ഐബ്രോസ്, ഈ പെണ്ണിന്റെ ചുണ്ടുകൾ, ഇതെല്ലാം ചേർത്ത് മോർഫ് ചെയ്തപ്പോഴാ നിങ്ങളെ പോലെ ഒരു രൂപം കിട്ടിയത്. നീ എങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ ചോദിച്ചത്. നീ ഒരുത്ത കാരണം എന്റെ കല്യാണം മുടങ്ങി. എന്റെ പാരന്റ്സ് ആകെ അപ്സെറ്റ് ആയിരിക്കുവാ. എന്റെ സെമി ന്യൂഡ് പിക്ചേഴ്സ് ഒക്കെ എടുത്ത് ഫോട്ടോസ് നീ പബ്ലിസിറ്റി ചെയ്തു. ഒരുത്തൻ ഹോട്ട് എന്ന് പറയുന്ന, ഒരുത്തൻ സെക്സി എന്ന് വിളിക്കുന്നു. കാണിച്ചു തരാം, ഞാൻ നിന്നെ കാണിച്ചു തരാം. മാഡം പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, നടന്നു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, പറയുന്നത് വിശ്വസിക്കുക. എന്താ നീ പറയാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. മിസ്റ്റേക്ക് അല്ല, ഇത് വെറും കോയിൻസിഡൻസ്. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കുക. ഇനി നീ എന്നോടൊന്നും പറയണ്ട. നിന്നെ നിന്റെ ഏജൻസിനെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തൊലിയിരിക്കും. നിങ്ങളെ ഞാൻ കോടതിക്ക് മുന്നിൽ നിർത്തി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഐ മീൻ ഇറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? മാഡം പ്ലീസ് ലിസൺ ടു മീ. എന്റെ ദൈവമേ, എന്താണ് ഇത്? കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത നാക്കൊരാളുടെ, മൂക്കൊരാളുടെ, കണ്ണൊരാളുടെ, ചെവി ഒരാളുടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം നുണയായിരുന്നല്ലേ? പ്രോമിസ് സർ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പെണ്ണെ കാണുന്നത്. എനിക്ക് ഒന്ന് പറഞ്ഞൂടാ. കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ടത്തിന് പോകുന്നു പറഞ്ഞേക്കാ അവള്. നമ്മുടെ ഓഫീസും പൂട്ടിക്കുന്ന അവള് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ നിന്ന് നിന്നെയും എന്നെയും അവനെയൊക്കെ കൂടെ ദുബായി പോയാലും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. നീ എന്ത് ചെയ്താലും എനിക്കറിയണ്ട. അവളുടെ കാലിൽ വീണിട്ടാണെങ്കിലും മാപ്പ് പറഞ്ഞാലും മാറ്റർ സീരിയസ് ആവാൻ പാടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അറിഞ്ഞൂടാ. അവളുടെ കാലിൽ പിടിക്കേ, ചെല്ല് പോ. ആട്ടോ 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 ആട്ടോ. ഏയ്, ആരാ നിങ്ങള്? വിട്. നിങ്ങൾ കാരാ. എന്നെ വിട്, എന്നെ വിട്. ഡിവിഡിയുടെ ഏത് ഡിവിഡി? നിന്റെ കൂട്ടുകാരി റെസ്റ്റോറന്റിൽ വെച്ച് തന്ന ഡിവിഡി അതെവിടെ? ഹോട്ടലിലുണ്ട്. ഏത് ഹോട്ടലാ? ഹരിത ഹോട്ടൽ, റൂം നമ്പർ 216. അപ്പൊ ഇവനെ നമ്മൾ എന്താ ചെയ്യാ? ബൈ ബൈ ബൈ. ഈ എന്നെ ഒന്നും ചെയ്യരുത്. ബൈ, വേണ്ട ബൈ, വേണ്ട, എന്നെ ഒന്നും വേണ്ട. ചെയ്യരുത്. ബൈ. उतर, 1 मिनट। अब जा। अब्दुल, डीवीडी मिलते ही ചൈതന്യ സ്പീക്കിംഗ്. റെസ്പോണ്ടിങ്. വാണ്ടഡ് ടെററിസ്റ്റ് ഉമ്മർ ഇപ്പോൾ ഹരിത ഹോട്ടലിലുണ്ട്. അർജന്റായിട്ട് ഒരു ഫോഴ്സിന് തന്നെ ഇങ്ങോട്ട് വിടണം. ओके सर। निकालो जल्दी, निकालो डीवीडी निकालो, जल्दी करो, जल्दी। पुलिस का फोर्स आ गया, जल्दी बाहर निकल के होटल के पीछे कमान के पास आ जा। हाँ ठीक है। रे निकाल रे गाड़ी।
അറസ്റ്റ് ദം. സാർ ഞങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? അവരോടാ. സാർ ദേ ഇതുവഴി ഓടിപ്പോയി സാർ. സാർ എന്താ ചെയ്യുന്നത്? സാർ വാട്ട് ഈസ് ദിസ്? ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്തിനാ DVD പോലും? നടക്കടാ. പിടിക്കപ്പെടുമ്പോ Sir, എല്ലാവരും please. തന്നെ പറയുന്നത് നടക്ക്. നിങ്ങൾ Leave അവരെ me, sir. സെർച്ച് ചെയ്യേ. വേഗം. भाई डीवीडी मिस हो गया अब हाईकमान को क्या जवाब देंगे चल रहे നിങ്ങളോടൊപ്പം വന്ന ടെററിസ്റ്റ് എവിടെ? ഉമ്ര എവിടെയാടാ? അറിയില്ല സർ, എനിക്കിതുവരെ യാതൊരു ബന്ധമില്ല. സാർ ഇവളുടെ കൂടെ വന്നവൻ ജനൽ വഴി ഓടിപ്പോയി സാർ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ഏത് ഗ്രൂപ്പാണോ നീ? ബംഗ്ലാദേശാണോ പാകിസ്ഥാനാണോ? പാസ്പോർട്ട് എടുക്ക്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക സാർ. എന്തോന്നാടാ പറയുന്നത്? നീ അവനോടൊപ്പം വന്നത് ഞാൻ കണ്ടതാ. നടക്ക്. അവർ ആ ഡിവിഡിക്ക് വേണ്ടിയാണ് സർ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്. സാർ ഞാൻ ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അതൊക്കെ സ്റ്റേഷനിൽ എത്തിട്ട് പറയാം. നടക്ക്. സാർ യു ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് മീ സാർ. സാർ ഞാൻ ഒരു ആഡ് ഏജൻസിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. സാർ ദിസ് ഇസ് മൈ ID കാർഡ്. പ്ലീസ് ദിസ് ഇസ് മൈ ഡ്രൈവിംഗ് ലൈസൻസ്. ഇതുപോലെ 10 ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവൂടാ. എന്റെ പേര് ഗൗതം എന്നാണ് സാർ. നിന്റെ യഥാർത്ഥ പേര് പറയടാ. ഏയ് നിന്റെ കാര്യം എങ്ങനെയാ? എന്നെ വീട് വഴിച്ചേക്കില്ല സർ, എനിക്കിതിന് യാതൊരു ബന്ധമില്ല. ഒരു ബന്ധമില്ലാതെ പിന്നെ നീ എന്തിനാ ഹോട്ടൽ റൂമിലേക്ക് പോയത്? ആ ഡിവിഡിക്ക് വേണ്ടിയാണ് സർ. ഈ DVDക്ക് വേണ്ടിയോ? ഇതിലെന്താ ഉള്ളത്? എനിക്ക് അറിയില്ല സർ, എന്റെ ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? സെറീന. ശരി വിളിക്ക. സർ റിംഗ് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല. ആരും എടുക്കില്ല. ഇതുപോലെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നെറ്റ്വർക്ക് ആരാ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേർക്കും എത്ര വർഷത്തെ പരിചയമുണ്ട്? സാർ എനിക്ക് ഒരു പരിചയമില്ല. ഇവരെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ഞാൻ രക്ഷിക്കാൻ വേണ്ടി പോയതാ. ഓഹോ, മോഡൽ ലിക്വിഡ് ആഡ്. ഇപ്പൊ എല്ലാ ഹീറോയിൻസിനും മോഡൽസിനും ടെററിസ്റ്റുമായിട്ടാണ് ബന്ധം കൂടുതൽ. നേരത്തെ മോണിക്ക ബേട്ടി, ഇപ്പൊ നീ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല സർ. അത് ഞാൻ ക്രിയേറ്റ് ചെയ്താണ് സാർ. അപ്പൊ പരിചയമില്ലാന്ന് പറഞ്ഞത്? ഈ ആഡ് എങ്ങനെയാ വന്നത്? നിങ്ങളുടെ വലിയ റാക്കറ്റ് തന്നെയാണല്ലോടാ. സാർ ഹലോ. രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് സാർ. അതിലൊരുത്തിന്റെ പേര് ഗൗതം, പിന്നെ ഒരുത്തി മോഡൽ. ഏയ് നിന്റെ പേരെന്താ? സർ മീനാക്ഷി സർ. മീനാക്ഷി എന്നാണ് സാർ. അവര് പരസ്പര ബന്ധമില്ലാതെയാണ് സാർ സംസാരിക്കുന്നത്. നമ്മുടെ സ്റ്റൈലിൽ ചോദ്യം ചെയ്താലേ എല്ലാം പുറത്തു വരൂ സാർ. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോ ടെററിസ്റ്റുകൾ മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫോഴ്സിനെ അയക്കൂ, എത്രയും പെട്ടെന്ന്.
साले उतर पे उतर उतर। No signal. You are a perverted mania. ഒരു സ്റ്റഡി മൈൻഡ് ഇല്ലാത്ത ക്രിയേറ്റിവിറ്റി ആണ് നിന്റെ. എന്റെ ജീവിതം എല്ലാം നശിപ്പിച്ചു. എന്റെ ഭാവി പോയി. ഇപ്പൊ ഞാനൊരു തീവ്രവാദിയായിട്ട് നിൽക്കുക. എന്നെ കൊല്ലാനായിട്ട് ആളുകൾ ഓടി നടക്കുക. എന്റെ പാരന്റ്സ് അറിഞ്ഞ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവും. എല്ലാം നീ കാരണോ? നിന്നെ നശിച്ച ഈ ആഡ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ആഡ് പാട്ടിലോട്ട് വരില്ലായിരുന്നു. ഞാൻ ഇവിടെ നിക്ക പോലില്ലായിരുന്നു. നോക്ക്, നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച് ഞാനും കുടുങ്ങിയിരിക്കുകയാണ്. എന്റെ സൈഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. Shut up! Don't touch me! I hate you! എന്ത് സംഭവിക്കുന്നറില്ല, എല്ലാം നാശമായി. നോക്ക്, ഇപ്പൊ ദേഷ്യപ്പെടുവല്ല വേണ്ടേ, എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ വലിയ പ്രോബ്ലത്തിലാണ് പെട്ടിരിക്കുന്നത്. ആ ടെററിസ്റ്റ് നിങ്ങളെ എന്തിനാ ഫോളോ ചെയ്തത്? പ്ലീസ്, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർത്ത് പറഞ്ഞേ പറ്റൂ. എന്റെ ഫ്രണ്ട് സെറീന സ്കൈലൈൻ ഹോട്ടലിൽ വെച്ച് DVD തന്നു. ഇമ്പോർട്ടന്റ് ജോലി ഉള്ളത് കൊണ്ട് പോവാ, തിരിച്ചു വന്നിട്ട് കളക്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അതല്ലാതെ എനിക്ക് മറ്റൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. ഐ ഗസ് ഈ DVD നിങ്ങൾക്ക് ഫ്രണ്ടാണ് തന്നതെങ്കിൽ ഇതിൽ ടെററിസ്റ്റിനെ സംബന്ധിച്ച വാല്യുബിൾ ഇൻഫർമേഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സിഗ്നൽ ഉണ്ടെങ്കിൽ സെറീനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇവളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ, അറിയില്ല എന്താന്ന്. ദൈവമേ, സിഗ്നൽ കിട്ടിയല്ലോ. താങ്ക് ഗോഡ്, മൈ ബോസ്. സാർ,
എന്താ ഗൗതം, എന്താ നടക്കുന്നത്? നിന്നെ അന്വേഷിച്ച് ഇവിടെ പോലീസ് വന്ന് പോയതേ ഉള്ളല്ലോ. നിന്നെ ഏതോ ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും കൺഫ്യൂഷനാണ് സാർ. ഞാനും കാമാക്ഷിയും അല്ല മീനാക്ഷിയും വലിയ പ്രോബ്ലത്തിലാ ഉള്ളത്. അവളുടെ കയ്യിൽ ഒരു DVD ഉണ്ട്. അതിനുവേണ്ടി ടെററിസ്റ്റ് ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ബോസ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പറയേ സാർ. ഇപ്പൊ ഞങ്ങളുടെ ജീവന സുരക്ഷിതത്വമില്ല സാർ. റിപ്പോർട്ടേഴ്സിനെ കൊണ്ട് പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് വരണം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? എത്രയോ വലിയ ടെററിസ്റ്റുകളെ വെറുതെ വിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. താങ്ക്സ് ബോസ്. ഓക്കെ, എവറിത്തിങ് വിൽ ബി ഓക്കെ. നിങ്ങളെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാം. ഓക്കെ. സോറി. താങ്ക് യു സർ. ഞാൻ നിർത്തിയില്ല, അത് തന്നെ നിന്നതാ. ലിഫ്റ്റ് തരുവാണെന്ന് വിചാരിച്ചു. ഏരി വണ്ടി ഒന്ന് തെള്ളു. ഒരു സീറ്റേ ഉള്ളൂ, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ലവേഴ്സ് അല്ലേ ഇരിക്കുന്നേ? എന്താ സാർ അങ്ങനെ പറഞ്ഞു? നിങ്ങളെ കണ്ടാൽ തന്നെ അറിയില്ലേ മേഡ് ഫോർ ഈച്ച് അതർ ആണെന്ന്. രണ്ടുപേരും ചങ്ങല കൊണ്ട് കൂട്ടിച്ചേർത്ത പോലല്ലേ പിടിച്ചു നിൽക്കുന്നത്. വേഗം വണ്ടിയെ കയറ്, ഇല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആവും, പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. എവിടേക്കാ പോണ്ടേ? പോലീസ് കമ്മീഷൻ ഓഫീസർ. ഓ മനസ്സിലായി. പ്രേമിച്ചു, കല്യാണം കഴിക്കാൻ പോവാ. പേരൻസ് സമ്മതിച്ചില്ല. പോലീസിന്റെ സഹായത്തിന് വേണ്ടി നിങ്ങൾ പോയാണ്, അങ്ങനല്ലേ? ആം ഐ റൈറ്റ്? ഞാൻ എപ്പോഴും പറയുന്നത് ശരിയായിരിക്കും. എന്താ സർ വണ്ടി വീണ്ടും നിന്ന്? നിന്നതല്ല, ഞാൻ നിർത്തിയതാ. എങ്ങനായാലും റേഡിയേറ്റർ അരമണിക്കൂർ ചൂടാവും. വെള്ളം ഒഴിച്ചാലേ പറ്റുള്ളൂ. ഞാൻ അതിനുള്ള മാർഗം നോക്കട്ടെ. ഓ വണ്ടിയുടെ ബ്രേക്ക് കുറവാ, നിങ്ങൾ പോയി എടുത്തോണ്ട് വരൂ. വെള്ളം എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും പോവാണ്. ഓ ശരി 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 ശരി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. सर വാട്ടർ. കൊള്ളാം, കേറിക്കോ. നിന്നെ കാണുമ്പോ എനിക്ക് അസൂയാ തോന്നുന്നത്. ഒരു മിനിറ്റ് പോലും ആ പെണ്ണ് നിന്നെ പിരിഞ്ഞിരിക്കുന്നില്ലല്ലോ. യു ആർ സോ ലക്കി. സർ ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കാമോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. അത് ശരി, നിങ്ങളിൽ ആരാണ് പ്രേമം ആദ്യം പുറത്തു പറഞ്ഞത്? ഓ ഇവനെ കൊണ്ട് തോറ്റുള്ള എന്തൊക്കെ അറിയണവന്. വണ്ടി എന്തിനാ നിർത്തിയത്? ഞാൻ നിർത്തിയതല്ല, അത് തന്നെ നിന്നതാ. പറഞ്ഞില്ലേ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അവിടെ റേഡിയേറ്റർ പ്രോബ്ലം, ഇവിടെ ബ്രേക്കിന്റെ പ്രോബ്ലം. ഒഴിച്ചിട്ടോ. ആഹാ, ഇതിനും രണ്ടുപേരും ഇറങ്ങിയോ? ശരി ശരി ശരി, എല്ലാം എനിക്ക് മനസ്സിലായി. വാട്ട് എ റൊമാൻറ്റിക് പെയർ. എന്തോന്നത്? എപ്പോഴും ആമ്പിള്ളേരല്ലേ പെമ്പിള്ളേരെ പുറകെ ചുറ്റുന്നത്. ഇവിടെ പെണ്ണാണിന്റെ പുറകിനെ ചുറ്റുന്നു. ഇതും കൊള്ളാം. ശരിക്കും ഭാഗ്യം ചെയ്ത പിള്ളേരാ. കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം ഇവരെന്തൊക്കെ കാണിക്കുമോ എന്റെ ഈശ്വരോ. ഇവനെ കൊണ്ടല്ലോ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇവനെ പോലെ പാണ്ടി ലോറിയും വന്ന് ഇടിക്കണം. ഇവന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കണം. വൃത്തിയായിട്ടവൻ. നോക്ക്, അയാള് പറയുന്ന ഒന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. രക്ഷപ്പെടണം, അതാ ഇമ്പോർട്ടന്റ്. വെള്ളം ഒഴിക്കാനാണോ ഇത്രയും നേരം? കയ്യിൽ വിലങ്ങ് വെച്ച ഒരു ചെക്കനെയും പെണ്ണിനെയും കണ്ടോ? അതുപോലെ രണ്ടുപേരാ ദോ വെള്ളം ഒഴിക്കുന്നുണ്ട്. എവിടാ? എവിടാണെന്നു? എന്റെ വണ്ടി, എന്റെ വണ്ടി ഇതോ പോകുന്നു.
വഴിയില്ല, പ്ലീസ്. സോറി, ഐ കാണ്ട്. തല ചുറ്റുന്നു, തൊണ്ടയാകെ വരളുന്നു, നല്ല വിശപ്പുണ്ട്. എനിക്കിനി ഓടാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ആ മാങ്ങ പറിച്ച് കഴിക്കേ. അത് കഴിച്ചാൽ വിശപ്പടങ്ങും. ഞാൻ പട്ടിണി ഇടുന്നെങ്കിലും മരിക്കും, പക്ഷെ നിന്നെ ഞാൻ തൊടാൻ അനുവദിക്കില്ല. എന്നാ ശരി, നിങ്ങളെ തൊടാതെ നിങ്ങളുടെ ദാഹം തീർക്കാനുള്ള വഴി പറഞ്ഞുതരാം. എന്നാൽ ഓക്കെ ആണോ? കള്ളം അല്ല, മിനറൽ വാട്ടർ. എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? കമോൺ, ഒന്നും പറ്റില്ലല്ലോ. എനിക്കെന്തെങ്കിലും പറ്റിയോ? പനം നോക്കി എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത് സോളിഡ്, ഇത് ലിക്വിഡ്, അത്രേ ഉള്ളൂ. ഓക്കേ. എന്തൊരു കുടിയായത്? എന്തെങ്കിലും പറ്റിയോ? ആ? ഒന്നും പറ്റിയിട്ടില്ല. Careful. എന്നെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞില്ല. ടച്ച് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഇല്ലല്ലോ. അതിരാ ഇവള് പൂസ. എനിക്ക് വിശക്കുന്നു. നോ ചാൻസ്. മാവിൽ മാങ്ങയുണ്ട്, അത് പറിക്കണമെങ്കിൽ നിന്നെ പൊക്കണം. ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? തൊടാതെ ടച്ച്. നിനക്ക് മനസ്സിലല്ല ഞാൻ പറഞ്ഞത്. വാ, ഞാൻ കാണിച്ചു തരാം. കൈ ഇങ്ങനെ വെക്ക്. തൊടരുത്. തൊടാതെ ടച്ച് ചെയ്യുന്ന പറഞ്ഞതാ ഇങ്ങനെ. റോഡ് ഇവിടുന്ന് ഒരുപാട് ദൂരത്തിലാ. കുറച്ച് വേഗം നടക്കാൻ പറ്റുമോ? ആ പറയമ്മേ. ആ അനിൽ നിന്നോടൊപ്പം ഉണ്ടോ? ഇല്ല, ആ ആഡ് ചെയ്തത് ഞാനാണെന്ന് വിശ്വസിച്ച് അനിൽ മടങ്ങിപ്പോയി. പോയി തൊലയിട്ട് നാശം. ആ ആഡ് ചെയ്ത പയ്യന്റെ പേര് കേസൊന്നും ഇടരുതേ. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യണ്ട. അവൻ കാരണം നമുക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അമ്മ കാര്യം എന്താണെന്ന് പറ. ആ അനിൽ നേരത്തെ കല്യാണം കഴിച്ചവനാണെന്ന്. അവനൊരു സാഡിസ്റ്റാ. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ഭാര്യ ഇട്ടേച്ച് പോയെന്ന്. ആണോ? ആ പെണ്ണ് തന്നെ ആൽബം എടുത്തോണ്ട് വന്ന് കാണിച്ചത്. താങ്ക് ഗോഡ്. എൻഗേജ്മെന്റിന്റെ അന്ന് എന്തൊരു ബിൽഡപ്പ് ആയിരുന്നു. മാനമുള്ള ഫാമിലിയാണ്, അതാണ് ഇതാണ്, കഴുതക്കൂട്ടങ്ങള്. അങ്ങനെയാണോ? അതൊക്കെ പോട്ടെ മീനാക്ഷി, അച്ഛനും നമ്മുടെ ബന്ധുക്കളും അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണോ? അതെങ്ങനെ സാധിക്കാനാ അമ്മ? നീ ഒന്ന് സമ്മതിക്കും മീനാക്ഷി. ആ ശ്രീനിവാസിനെ ഓർമ്മയുണ്ടോ നിനക്ക്? അതന്നെടി അന്ന് HDFC ബാങ്കിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞില്ലേ?
കഴിഞ്ഞ തവണ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഒരുപാട് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. ഓർമ്മയുണ്ടോ നിനക്ക്? ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് നീയല്ലേ അന്ന് വേണ്ടെന്ന് പറഞ്ഞത്. ആ പയ്യൻ ഇപ്പോഴും റെഡിയാണ്. ഞാൻ അവനോട് എന്താ പറയണ്ടേ? അമ്മയുടെ ഇഷ്ടം. എന്നാ ശരി, നീ ഉടനെ പുറപ്പെട്ട് വൈശാഖിലേക്ക് വാ. ബാക്കിയല്ല നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ ശരി, ഞാൻ വരാം. അമ്മ വെച്ചോ ഫോൺ. എന്താ കല്യാണം മുടങ്ങിയോണ്ട് വീട്ടിലുള്ളവർ അപ്സെറ്റ് ആയിരിക്കണോ? സോറി, ഞാൻ കാരണമാണ് നിങ്ങളുടെ കല്യാണം മുടങ്ങിയത്. ഈ പ്രശ്നമെല്ലാം തീർന്നതിന് ശേഷം ഞാൻ തന്നെ നിന്റെ കൂടെ വൈശാഖിലേക്ക് വന്ന് അനിലിനോട്, അതായത് നിന്റെ ഉഡ്ബിയോട് എല്ലാം പറഞ്ഞ് കല്യാണം നടത്താം. ഈ കല്യാണം നടക്കണ്ട, ഒന്ന് വരാമോ? അത് തന്നെ എന്റെ ടെൻഷൻ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. തെറ്റ് ചെയ്ത് ഞാനല്ലേ, തിരുത്താൻ ഒരു ചാൻസ് തരൂ പ്ലീസ്. ഇന്ന് രാവിലെ പോലീസിനും ടെററിസ്റ്റിനും ഇടയിൽ നടന്ന ഷൂട്ടൌട്ടിൽ SIയോടൊപ്പം 3 പോലീസ് കോൺസ്റ്റബിൾസും വെടിയേറ്റ് മരിച്ചു. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഗൗതം പിന്നെ കാമാക്ഷി അലിയാസ് മീനാക്ഷി രക്ഷപ്പെട്ടു പോയി. ഇവർക്ക് ടെററിസ്റ്റുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. അത് ശരി, അവരുടെ രണ്ടുപേരുടെയും കൈ വിലങ്ങും ഉണ്ടായിരുന്നല്ലോ. ഇവരെ രണ്ടുപേരെയും പിടിച്ചു തന്നാലോ അല്ലെങ്കിൽ കാണിച്ചു തന്നാലോ ഗവൺമെന്റ് 10 ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ. 9999772233244223322444. കൈ കിട്ടിയ 10 ലക്ഷം നീ വെറുതെ കളഞ്ഞല്ലോടാ. യു ആർ നോട്ട് കറക്റ്റ് രാജ, യു ആർ നോട്ട് കറക്റ്റ്, നോട്ട് കറക്റ്റ്. കൊള്ളാം, നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം കറണ്ട് പോയല്ലോ. ഇല്ലെങ്കിൽ ഉള്ള 10 ലക്ഷവും പോയേനി. 9959777777. വേഗം തന്നെ ഈ വിലങ്ങ് മുറിക്കണം. ഇതും കൊണ്ട് കമ്മീഷൻ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ഇത് കണ്ട് ആരും ഹെൽപ്പ് ചെയ്യില്ല. ആ 5 രൂപ 5 രൂപ ഏതെടുത്താലും 5 രൂപ. സാറേ ഇങ്ങോട്ട് വാ സാറേ, 5 രൂപയേ ഉള്ളൂ. ഒന്ന് വാങ്ങിച്ചോ മാഡം. രണ്ടെണ്ണം എടുത്തോ. അതിനെന്താ വില? 10 രൂപയോ? ഈ കളർ ആ ശരി. ആ അത് മതി. ആ മാറി മാറി. സാറേ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ആ 10 രൂപ 10 രൂപ. ആ മാറിക്കോ. ആ മാഡം ഒരെണ്ണം വാങ്ങിച്ചോ. ഈ ബാഗ് നിങ്ങളുടെയാണോ? അല്ല. ഹലോ, നിങ്ങളുടെ അല്ലേ പിന്നെ എന്തിനാ എടുക്കുന്നത്? ടിവിയിലും റേഡിയോയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, സംശയാസ്പദമായ ഒരു വസ്തു എടുക്കരുതെന്ന്. ഇതിൽ എന്താ ഉള്ളതെന്ന് ആർക്കറിയാം? അങ്ങനെയാണെങ്കിൽ ഇതിൽ ബോംബ് ഉണ്ടെന്നാണോ? നിക്ക് ഞാനൊന്ന് നോക്കട്ടെ. ആ വേഗം കേറേ. വീണ്ടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവരൊക്കെ എന്തിനാ നിങ്ങളെ അന്വേഷിച്ചത്? എന്താ പ്രശ്നം? അവര് ടെററിസ്റ്റ് ആണ്, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്തിന്? ഈ DVDക്ക് വേണ്ടി. ഇതിൽ വാല്യുബിൾ ഇൻഫർമേഷൻ എന്തോ ഉണ്ട്. ഓഹോ, അപ്പൊ കയ്യിലെന്താ കൈവലങ്ങ്? പോലീസ് ഞങ്ങളെ ടെററിസ്റ്റ് ആണെന്നാ കരുതിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളെ കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് കണ്ടെത്തിക്കണം. ഓക്കെ, എത്ര രൂപ വേണമെങ്കിലും തരാം. രൂപയോ? കാശ് വാങ്ങിച്ച് ജോലി ചെയ്യാൻ ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഐ എം എ എക്സ് സർവീസ് മാൻ, യു നോ. വരൂ വരൂന്നേ. വളരെ നന്ദിയുണ്ട് സാർ. താങ്ക്സ് ഒക്കെ എന്തിനാ? ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിങ്ങൾ ആദ്യം പോയി ഫ്രഷ് ആകുക. ഞാൻ പോയിട്ട് ഇത് കട്ട് ചെയ്യാൻ ആരെങ്കിലും കൊണ്ടുവരാം. എന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഓക്കെ, Thank you. ഗോ.
ജാക്ക് പോട്ട് അടിച്ചിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക്. കറണ്ട് ഇല്ലെന്നാ തോന്നേ. क्या हुआ रे? ढूंढा भाई पर नहीं मिला. चलो रे चलो ढूंढना चलो. നിങ്ങൾ ടെററിസ്റ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. രണ്ടുപേരെ അന്വേഷിക്കുന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അവർ രണ്ടുപേരും എൻ്റെ അടുത്തുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. കം ടു ദി ഡീൽ. അവരെ നിങ്ങളെ ഏൽപ്പിച്ച എനിക്കെന്ത് കിട്ടും? 50. ഞാൻ 15 കിട്ടുമെന്ന് വിചാരിച്ച ഇവൻ 50 എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അവരൊക്കെ എവിടെ? ആദ്യം പൈസ താ മോനെ, എന്നിട്ട് അവരെവിടെ ഉണ്ടെന്ന് പറയാം. ഒരു 50,000 എടുത്തിട്ടാ. എന്താ പറഞ്ഞത്? യു മീൻ 50,000? പോലീസ് 10 lakhs തരാന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. 15 lakhs ഞാൻ ഡിമാൻഡ് ചെയ്തു. ഒരു ചില്ലി പൈസ ഇതിൽ കൂടുതൽ നിനക്ക് കിട്ടില്ല. അങ്ങനെയാണോ? 10 മിനിറ്റ് ഞാൻ ഇവിടുന്ന് അവിടെ പോയില്ലെങ്കിൽ അവര് നേരെ കമ്മീഷൻ ഓഫീസിൽ പോകും വിത്ത് DVD. എന്നോട് കൂടുതൽ കളിക്കാൻ വരരുത്. എടുത്തോണ്ട് പോടാ. പകലേക്കാ? ശരി ശരി, നീ പറഞ്ഞ പോലെ ചെയ്യാം. 16. എന്തിനാ എന്നെ ടെൻഷനാക്കി. അവര് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ ഉറപ്പ്? നോക്ക് നോക്ക്. 15. നേരത്തെ 10 എന്നല്ലേ പറഞ്ഞ? എന്നെ സംശയിച്ചില്ലേ? തനിക്ക് എന്നെ തലയ്ക്ക് വട്ടുണ്ടോ? ഏയ് 20. 20? നീ എന്നെ പ്രാന്തെന്ന് വിളിച്ചില്ലേ? അതിനാണ് 20. നീ എന്തോന്നാടാ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? എങ്കിൽ 25. യെസ് 25. ശരി ശരി, ഡീൽ ഓക്കെ. നടക്ക്. ആഹാ, നിങ്ങളെ ഞാൻ വിശ്വസിക്കണോ? നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ എന്നെയും കൊന്നതിന് ശേഷം ആ DVD എടുത്തോണ്ട് പോയ എന്ത് ചെയ്യും ഞാൻ? അതുകൊണ്ട് എന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ഉഷാറാ. കുമാർ ഭായ്, അവര് കൈ കിട്ടിയ ഉടനെ ഫസ്റ്റ് ഇവനെ തട്ടണ്ട. എടാ, ഒച്ചത്തിൽ സംസാരിക്കണ്ട. അത് കേട്ട അവൻ ഇനി 5 ലക്ഷം ചോദിക്കും. ഹലോ, കമ്മീഷണർ സാറാണോ? യെസ് സ്പീക്കിംഗ്. നിങ്ങൾ ടിവിയിൽ അനൗൺസ് ചെയ്ത ഗൗതം മീനാക്ഷി അലിയാസ് കാമാക്ഷി എന്റെ അടുത്താ ഉള്ളത്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അതിപ്പോ എന്തിനാ? ആദ്യം അവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് എന്റെ ഓഫീസിലേക്ക് വരും. ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം സാറേ. അവരെ രണ്ടുപേരെ നിങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പിടിച്ചതായിട്ട് ഒരു ഡ്രാമ കളിച്ചിട്ടേ 10 ലക്ഷം അടിച്ചു മാറ്റാനുള്ള പണിയല്ലേ ഇത്? എന്തു വേണം? അവരെ രണ്ടുപേരെ നിങ്ങളുടെ ഏൽപ്പിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് തന്നെ 10 ലക്ഷം വേണം. ഉടനെ തരാം. ശരി, അവര് നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതിനുള്ള ഗ്യാരണ്ടി എന്താണ്? ഫേക്ക് കോൾസ് ഒരുപാട് വരുന്നുണ്ട്. പിക്ചർ മെസ്സേജ് ഞാൻ അയക്കാം, നോക്കിക്കോ. ഓക്കെ, എവിടെയാ വരേണ്ടതെന്ന് പറയൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവര് രണ്ടുപേരെയും ചേർത്ത് കുറെ ടെററിസ്റ്റിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം. എനിക്ക് അതിനും കുറച്ച് പൈസ തന്നാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും തരാം ബ്രദർ. മാത്രമല്ല ധീരതയ്ക്കുള്ള ഒരു അവാർഡ് കൂടി നിങ്ങൾക്ക് വാങ്ങി തരുന്നുണ്ട്. ഭാരതരത്ന തരുമോ? ഭാരതരത്ന? ഇംപോസിബിൾ. അറ്റ്ലീസ്റ്റ് അർജുന അവാർഡെങ്കിലും വാങ്ങിച്ചതാ സാർ. കുറെ റിസ്ക് എടുക്കുന്നതല്ലേ? നോക്കാം നമുക്ക്. ആദ്യം അഡ്രസ് പറയേ. ഓക്കെ, SMS അയക്കാൻ നോക്കിക്കോളൂ. Johnny, 1 shot 2 beds. Jackpot. మనసు ఎదుట నిలిచింది మౌనంగా. ഒരുപാട് ടയർഡാണല്ലേ? എന്താ ഇത്? ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ബാങ്കിന്റെ ആളാണ്. വളരെ നന്നായിട്ടുണ്ട്. ഈ ഗെറ്റപ്പിൽ നിങ്ങളെ കണ്ട നിങ്ങളുടെ വുഡ് ബി ഒരിക്കലും നിങ്ങളെ വിടില്ല. അവൻ സമ്മതിച്ചാൽ എന്താ, സമ്മതിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് ഇഷ്ടമല്ല ഇനി അവന്. എന്താ പറഞ്ഞേ? എന്നെ കുറിച്ച് അറിയാതല്ലേ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത്? അവന്റെ കാര്യത്തില് എനിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റി. അനിലിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാ. 1 മാസം അവൾ അവന്റെ കൂടെ ജീവിച്ചുള്ളൂ. അവൻ ആളൊരു സാഡിസ്റ്റ് ആണെന്ന് എന്റെ അമ്മ പറഞ്ഞത്. മൈ ഗോഡ്. ലീവ് ഇറ്റ്. ദേഹം മൊത്തം ആകെ നാശമായി. നാറുന്നു. അഴുക്കായിരിക്കുക.
ഒന്ന് കുളിച്ചാ കൊള്ളാന്നുണ്ട്. എന്നാ പോയി കുളിക്ക്. എങ്ങനെ? പറയാം, വാ. ഏയ്, ഇപ്പൊ കുളിക്കണോ? അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിന്നാ എങ്ങനെയാ? പറയാന്ന് പറഞ്ഞില്ലേ. എന്താ കാണിക്കുന്നത്? ഒന്ന് ധൃതി പിടിക്കാതെ. എന്താ ചെയ്യാൻ പോകുന്നത്? ഇരിക്കുന്നേ. മനസ്സിലായി. നിങ്ങൾ ആളൊരു രസികൻ തന്നെ കേട്ടോ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? എന്താ ചോദിച്ചേ? സോറി. ബക്കറ്റ് എടുക്കില്ലല്ലോ ഇനി? വീണ്ടും ഇതുപോലത്തെ ഷോക്കിംഗ് ചോദ്യം ഒന്നും ചോദിക്കില്ല. കല്യാണം ആയെന്നല്ലേ ചോദിച്ചുള്ളൂ, അതിനിപ്പോ എന്താ ഷോക്ക്? കല്യാണം കഴിഞ്ഞു. 2 ആണ്, 1 പെണ്ണ്. ഒന്നാമൻ 8ാം ക്ലാസ്സില്, രണ്ടാമൻ 6ാം ക്ലാസ്സില്, അടുത്തത് UKG. ഇപ്പൊ എന്റെ വൈഫ് വീണ്ടും കൺസീവ് ആണ്. അല്ല, എന്നെ കണ്ടിട്ട് നിങ്ങക്ക് എങ്ങനെയാ തോന്നുന്നത്? അത് പിന്നെ നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇതാണ് കറക്റ്റായ ക്വസ്റ്റ്യൻ. പ്രേമിച്ചു, പക്ഷെ വർക്കൗട്ട് ആയില്ല. നിങ്ങൾക്ക് ആരോടും ഇഷ്ടമുണ്ടായിട്ടില്ലെന്നോ? ആദ്യം അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലല്ലേ. എന്തുകൊണ്ടാ പറയാഞ്ഞേ? 2 ട്രെയിൻ കൂട്ടിയിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മീറ്റിംഗ് അങ്ങനെ തന്നെ ആയിരുന്നു. എന്തൊക്കെയായാലും അങ്ങനെ സംഭവിക്കും. ധൈര്യമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പെണ്ണോട് പറയാറുന്നല്ലോ. ഓക്കെ പറയുന്നോണോ? നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മതിക്കും. പറയണമെന്നാ പറയുന്നേ. ഹലോ ഹലോ ഹലോ. ഓ, എന്തു പറ്റി? ഏതോ ലോകത്താണല്ലോ. എങ്ങനെയൊക്കെ ചുഴിഞ്ഞാലോചിച്ചിട്ട് അത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയാണോ, എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊരു പ്രശ്നമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമുക്കെപ്പോഴും കിട്ടണമെന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ആള് എന്നെ മനസ്സിലാക്കാതെ വിട്ടുപോയി. അതുകൊണ്ടാ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനേക്കാളും എന്റെ വീട്ടുകാർ നോക്കി ഇഷ്ടപ്പെടുന്ന ആളെ ഞാനും കെട്ടാന്ന് വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾക്ക് കിട്ടിയാലോ? കിട്ടണ്ടേ അങ്ങനെ? ഒരുപക്ഷെ കിട്ടിയാൽ അപ്പൊ നോക്കാം. നമുക്ക് നോക്കാന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഗൗതം മീനാക്ഷിയുടെ സസ്പെൻസ് ഡ്രാമ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അവരെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് DCPയോട് ചോദിച്ചറിയാം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ജെറീനയുടെ കോൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ജെറീന മീനാക്ഷിക്ക് നിരവധി തവണ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. കൊന്നു. എന്നെ ഫോൺ എടുക്കാഞ്ഞപ്പോ അവൾ ബിസിയാന്നാ ഞാൻ കരുതി, പക്ഷെ കൊന്നു. ഇനി എന്തായാലും നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഗൗതമിനെയും മീനാക്ഷിയെയും കിട്ടിക്കഴിഞ്ഞാലേ ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റി മുഴുവൻ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9959223300 040 233 2442 233. हम तीनों सिकंदराबाद रेलवे स्टेशन को उड़ा देंगे. स्टेशन के 3 प्लेटफॉर्म पर एक बैग लगा देंगे. स्टेशन से बाहर आके सेल फोन से डायल करेंगे. रिंग होने के बाद जो बैग्स में रखे हुए बम्स का सर्किट इग्निट होके पूरा स्टेशन ब्लास्ट हो जाएगा. बम का ट्रांसपोर्ट वालों की गाड़ी में. അതുകൊണ്ട് അവളെ കൊന്നത്. ഞാൻ എപ്പോഴും അവളോടത് പറയുമായിരുന്നു, എന്തിനാ നീ ഇങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ റിസ്ക് എടുത്തല്ലേ പറ്റൂ. എന്റെ ഫ്രണ്ട് കാർത്തിക്കിന് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുതെന്ന് കരുതി സെറീന ചെയ്ത സാക്രിഫൈസ് ഒരിക്കലും പാഴാകരുത്. അയാളെന്താ ഇനി വരാത്ത? അവൻ ഇനി വരില്ല. അവനൊരു ഫ്രോഡാണ്. ഇയാൾ നമ്മളെ ചതിച്ചു.
ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. എന്താ ഇത്? ആ, അവര് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. 10 മിനിറ്റ് ലേറ്റ് ആയാലും പോലീസിന്റെ അടുത്ത് പോകുന്നു പറഞ്ഞ പോയി കാണോ? എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മച്ചിയെ. ഒമർ ഭായ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇതിന്റെ ബാക്കി തോക്ക് കുത്തി കയറ്റി. വേണ്ട വേണ്ട സാർ. ACP സ്പീക്കറിലിട്. ഹലോ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഗൗതം മീനാക്ഷി എവിടെ? അവരുടെ കൂടെ ടെററിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെവിടെ? ഹലോ സാർ, ഞാൻ തൊഴുതുകൊണ്ട് പറയുക, നിങ്ങളുടെ 25 ലക്ഷം രൂപ ഞാൻ തിരിച്ചു തന്നേക്കാം. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എവിടെയെങ്കിലും പോയേക്കാം. നിന്നെ കണ്ട പാവം തോന്നുന്നുണ്ട്. എന്നാ ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്, എന്തെങ്കിലും ബിസിനസ് ചെയ്തോ. സാർ, നിങ്ങൾ ടെററിസ്റ്റ് അല്ല, ദൈവമാ ദൈവം. നിന്നെ എനിക്ക് ഇഷ്ടമായി. ഒരു ഫോട്ടോ എടുത്തോട്ടെ. എടുത്തോളൂ സാർ. ഇനി ഇങ്ങനത്തെ പൊട്ടത്തരം കാണിച്ച് നടക്കരുത് കേട്ടോ. ശരി സാർ. വണ്ടി നിർത്ത്. എടാ മോനെ, വണ്ടി നിർത്തേ. നമസ്കാരം. ഓ, ഹലോ DCP സാബ്. ആ പറയൂ. കള്ളനോട്ട് സപ്ലൈ ചെയ്യുന്ന ISI ഏജന്റ് ജോണി ഇവിടെ ഗാന്ധിനഗർ റോഡിലുണ്ട്. ഞാനൊരു പിക്ചർ മെസ്സേജ് അയച്ചു തരാം, നോക്കിക്കോ. ഓ, എന്തൊരു ഭാഗ്യമാ, ഞാൻ രക്ഷപ്പെട്ടു. എടാ, ഈ ജാനി എന്ന് പറയുന്നത് നീയാണോ? അതെ സാർ, ഞാൻ തന്നെയാ. കള്ളനോട്ട്? എത്ര നാളായിടാ നീ ഇത് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്? കള്ളനോട്ടൊന്നും അല്ല സാർ, ആ ടെററിസ്റ്റ് തന്ന നോട്ടായത്. ടെററിസ്റ്റ് തന്നോ? ടെററിസ്റ്റ് ഒന്നും അല്ല സാർ. ഇപ്പൊ നീ ടെററിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അയ്യോ, അറിയാതെ വല്ലതും പറഞ്ഞായിരിക്കും. മൊത്തത്തിൽ എന്റെ സമയം ശരിയല്ല സാർ, അതുകൊണ്ടാ ഇങ്ങനൊക്കെ. നടക്കട വേണ്ട സ്റ്റേഷനിലേക്ക്. സാർ. हाँ गाड़ी बदलना है, जल्दी करो. चुपचाप गाड़ी में चढ़ो. चलो चलो चल रहे अब्दुल, अंदर चलो, जल्दी चलो. दो डाल चलो. लगा रहे गाड़ी. कयूम को फोन लगा. हाँ कयूम भाई. हाँ कयूम भाई, हम लोग असेंबली को निकल रहे. तुम्हारा क्या हुआ? उमर भाई, सिकंदराबाद में सिक्योरिटी बढ़ गया है. सुना है कि यहाँ पर कोई मिनिस्टर आ रहा है. अरे खयूम भाई, सिकंदराबाद नहीं तो नामपल्ली, नामपल्ली नहीं तो काचीगुड़ा. अपने को रेलवे स्टेशन से कोई मतलब नहीं. ज्यादा से ज्यादा लोगों को उड़ाना हमारी मकसद है. ഈ DVD എടുത്തിട്ട് ഞങ്ങൾ ഒന്ന് വിട്ടേക്ക്. ഇത് തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്റെ ഫ്രണ്ട് കാർത്തികിനെ കൊന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചതാ, എന്തിനാണ് ഇങ്ങനെ പാവം ജനങ്ങളെ കൊന്നൊടുക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് എത്ര പേരെയാണ് ബലി കൊടുക്കുന്നത്? ഏതെങ്കിലും വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ മതത്തിനു വേണ്ടി മനുഷ്യനെ കൊന്നൊടുക്കണമെന്ന്? എവിടെയോ ഒരു മാളത്തിൽ ഒളിച്ചിരുന്ന് ആരോ എന്തൊക്കെയോ വിളിച്ചു പോകുന്നത് കേട്ട് സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. कुछ नहीं होता, आगे बढ़ो. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇംപോസിബിൾ. ഞങ്ങളുടെ 2 പേരുടെ ഫോട്ടോയും ടിവിയിൽ വന്നു. പോലീസ് ഞങ്ങളെ അന്വേഷിക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ രക്ഷപ്പെടുത്തും. നിങ്ങളുടെ 2 പേരുടെ മുഖത്തും ആസിഡ് ഒഴിച്ചാൽ നിങ്ങൾ ആർക്ക് മനസ്സിലാവും? നിങ്ങൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡ്രസ്സും ഈ വാനും കണ്ട ആരാ ഞങ്ങൾ പിടിച്ചു നിർത്തുക? ഈ ആംബുലൻസ് അസംബ്ലിയിൽ കൊണ്ടുപോയിട്ട് ഈ ബോംബ് ഞങ്ങൾ അസംബ്ലി കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കും. ഇംപോസിബിൾ. ഞങ്ങൾക്ക് വേണ്ടിയും ജിഹാദിന് വേണ്ടിയും ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ മരിക്കും. നിങ്ങളുടെ ബുദ്ധി മരവിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരു ദൈവവും പൊറുക്കില്ല. പക്ഷെ ആ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അല്ലാഹു അക്ബർ! അല്ലാഹു അക്ബർ! അല്ലാഹു അക്ബർ!
पर बम लगाकर 4:30 बजे यही मिलेंगे। सेल फोन से तीनों एक ही बार ब्लास्ट करेंगे, सब मर जाएंगे। चलो। For the kind attention of passengers, train number 17652 Thiruvananthapuram to Chennai, Egmore Express is ready to leave from platform number 2. വേഗാവട്ടെ ട്രെയിൻ എത്തി, വേഗം കയറ്. ആ, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമില്ല, വേഗം നടക്ക്. രാവിലെ നേരത്തെ എത്തും തോന്നുന്നു. ആ, ഒന്ന് മറിക്കേ. ആ ഇല്ല, നേരത്തെ എത്തിക്കോളും. അതാന്ന് തോന്നുന്നു ട്രെയിൻ. 1173 കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക്. പ്ലാറ്റ്ഫോമിലുള്ള TV എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ ടിവിയിൽ നോക്കാൻ പറയുന്നേ? ഇവൻ ബംഗ്ലാദേശിൽ നിന്നുള്ള മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ആണ്. ഇവരെന്താ പറയാൻ പോകുന്നെന്ന് കേൾക്ക്. हम तीनों सिकंदराबाद रेलवे स्टेशन को उड़ा देंगे। स्टेशन के 3 प्लेटफॉर्म पर एक एक बैग लगा देंगे। स्टेशन से बाहर आके सेल फोन से डायल करेंगे। रिंग होने के बाद जो बैग्स में रखे हुए बम्स का सर्किट यूनिट होके पूरा स्टेशन ब्लास्ट हो जाएगा। റെയിൽവേ സ്റ്റേഷനെ ബ്ലാസ്റ്റ് ചെയ്യുന്നു. അവന്റെയൊക്കെ തന്തയുടെ സ്വത്ത് പോലെ. എവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ സേഫ് ആണെന്ന് കരുതി വീട്ടിൽ കൈയും കെട്ടി ഇരുന്നാൽ മതിയോ? നമ്മുടെ ട്രെയിനിൽ എന്താ ബോംബ് വെക്കുന്നുണ്ടോ? इस बार 50 में 100 में नहीं, हजारों में मारेंगे। 100 കണക്കിനല്ല, 1000 കണക്കിന് കൊല്ലുമെന്ന്. ഇത്ര ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്ത് കൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സഹിച്ച് വിട്ടുകളയുമെന്നാണോ കരുതുന്നത്? ഇപ്പോഴവരെ വിട്ടാൽ 1000 കണക്കിന് പേർ മരിച്ചു പോകും. എന്ത് ചെയ്യാനാ? പോലീസ് നോയിക്കോളെന്ന് കരുതി കൈയും കെട്ടി നിൽക്കണോ? अरे भाई, आपने तो हैदराबाद के पुलिसों का पैंट गीला कर दिया। പോലീസിന്റെ തന്നെ മാനം കളയുമെന്ന്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് അവരുടെ ധൈര്യം. എന്താ സാധിക്കില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ അവന്മാരോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ, ഞങ്ങൾ കാണിച്ചു തരാം. വിളിക്കാവന്മാരെ. ഇവന്മാരെ പേടിക്കരുത്, പോലീസിന് പിടിച്ചു കൊടുക്കണം. അവന്മാർ ആരാണെന്ന് പറഞ്ഞാൽ വെറുതെ വിടരുത്, വെട്ടി കണ്ടിക്കണം. അവർ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. വിട്ടാൽ 1000 കണക്കിന് പേരെ അവർ കൊല്ലും. അവന്മാർ എവിടെ ഉണ്ടെങ്കിലും വെറുതെ വിടരുത്, പിടിക്കണം. എന്റെ കൺമുമ്പിൽ വന്നാൽ ഞാൻ തന്നെ കൊല്ലും അവന്മാരെ. എല്ലാരും നല്ലപോലെ അന്വേഷിക്കേ. ഒരുത്തരും രക്ഷപ്പെടാൻ പാടില്ല. നോക്കണം. ഇനി മറ്റൊരു സെപ്റ്റംബർ 11, മറ്റൊരു നവംബർ 26 സംഭവിക്കാൻ പാടില്ല. ഓഗസ്റ്റ് 26 ലുംബിനി പാർക്ക് ഗോകുൽ ചാർട്ടിൽ 1000 കണക്കിന് പേരെ കൊന്നൊടുക്കി. അതുപോലൊരു ഭീകര ദിവസം ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ എവിടെയാണ്? ഈ മെയ് 21 എല്ലാ തീവ്രവാദികൾക്കും മറക്കാൻ പറ്റാത്ത നാളാകണം. ജനങ്ങളെ ചലഞ്ച് ചെയ്താൽ അതിന് മറുപടി എന്തായിരിക്കണമെന്ന് ഇപ്പൊ കാണിച്ചു കൊടുക്കണം. ഈ മെയ് 21 ഓർമ്മ വരുമ്പോഴൊക്കെ ലോകം മുഴുവനും നടുങ്ങുന്ന ഒന്നാക്കി മാറ്റണം. എവിടാടാ നീയൊക്കെ ഒളിച്ചിരിക്കുന്നത്? മര്യാദക്ക് പുറത്തു പറഞ്ഞത്. തന്തയില്ലാത്തമാരെ നമ്മൾ ഇത്രയും കാലം വിട്ടു. ഇനി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇവന്മാരെ കണ്ടുപിടിക്കാം. ഇവനല്ല. ഒന്ന് വേഗം നടക്ക. ഇത്തിരി വഴി വിടോ. ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ ഇവിടെ എന്താ ഇത്? इंशाअल्लाह जिहाद हम मारने और मरने के लिए भी तैयार है। ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പവിത്രമായ യുദ്ധമാണ്. അതുപോലും അറിയാത്ത നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങളെ പവിത്ര യുദ്ധത്തിന്റെ പേരിൽ എന്തിനാണ് കൊല്ലുന്നത്?
ജിഹാദ് എന്താന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാടാ. നിന്നെ പോലത്തെ നിഷ്ഠൂരന്മാരെ കൊല്ലുന്നതാടാ ജിഹാദ്. ഞങ്ങൾ കാണിച്ചു തരാടാ. യുവമാരെ വിടല്ലേ? തല്ലി കൊല്ലടാ അവന്മാരെ. കൊല്ലടാ. കൊല്ലവന്മാരെ. ആ, ചവിട്ട്. എടാ പേടിത്തൊണ്ട, കൂൾ ഡ്രിങ്ക്സ് ഷോപ്പിൽ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു വന്ന് ബോംബ് പൊട്ടിക്കണം. പ്ലാറ്റ്ഫോം നമ്പർ 2 കൂൾ ഡ്രിങ്ക് ഷോപ്പിനകത്ത് ഒളിച്ചിരിക്കുന്ന പേടിത്തൊണ്ട. വിടരുത് അവനെ. വേഗം വാ. പ്ലാറ്റ്ഫോം നമ്പർ 2 ലുണ്ടവൻ. നീ ഇവിടെ വിളിച്ചിരിക്കായിരുന്നോ? ഇറങ്ങണ വെളിയില്. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? നിന്നെയൊക്കെ ചുട്ടുകരിച്ച് കൊന്നുകളയണം. ഇവനെ എന്താ ചെയ്യേണ്ടത് പറ. ഇവനെ ജീവനോടുള്ളപ്പോ തന്നെ നരകത്തിലയക്കണം. കണ്ണു പൊട്ടിച്ച് കാലിടിച്ചോടിക്കണം. ഇവന്റെ ഒക്കെ കൈയും കാലും തച്ചുടയ്ക്കണം. ഇവന്മാർക്ക് ഭിക്ഷ എടുക്കാൻ പോലും വഴിയുണ്ടാവാൻ പാടില്ല. ജനങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി. അതാണ് അവർക്ക് യഥാർത്ഥ ശിക്ഷ. വിടരുത് ഇവനെ. അടിച്ച് കൊല്ല്. എവിടെയാണ് മൂന്നാമത്തവൻ? എടാ ബുദ്ധിയില്ലാത്തവനെ, ബോംബ് പൊട്ടില്ലടാ. ചുറ്റും മൊബൈൽ ജാമറാണ് വെച്ചിരിക്കുന്നത്. ആ, മൂന്നാമത്തെ ആള് ഇവിടെ. വിടരുത്. പിടിക്കവനെ. सामने आओगे तो कोई नहीं बचेगा. ये हमारा प्लान बी है. 30 सेकंड में पूरा रेलवे स्टेशन ब्लास्ट हो जाएगा. അയ്യോ, ഓടിക്കോ. ബോംബാണ്. ये बम बहुत पावरफुल है. आधे मिनट में जितना भाग सकोगे भाग लो. अब तो न ये रेलवे स्टेशन बचेगा और न तुम लोग बचेगा. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരും. ഇനി നമുക്ക് സമാധാനം. പിന്നീട് നിങ്ങൾക്ക് ഹാപ്പിയായി വീട്ടിലേക്ക് പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം. അപ്പൊ നിങ്ങളുടെ കാര്യോ? പേടിക്കാനൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാ? അതെന്താ? നമുക്ക് നേരത്തെ നിൽക്കാം. ചില പ്രേമം പ്രേമിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നു പോകും. ചിലതാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് നിന്നു പോകും. എന്റെ പ്രേമം പറയാൻ പോലും എനിക്ക് സാധിച്ചില്ല. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോഴും പറയാലോ. ഹലോ, പറഞ്ഞു അമ്മ. ഞാനും നിന്റെ അച്ഛനും കൂടി ആ ശ്രീനിവാസനുമായിട്ടുള്ള കല്യാണം നിശ്ചയിക്കാൻ പോവാണ്. നിന്റെ ഭാഗത്തൊന്നും ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാലും ആ, ഇന്നെന്താ വിശേഷം? എനിക്കെന്തോ ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു അമ്മ. എന്താടി ഇത്? ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഈ ജന്മത്തിൽ നിന്റെ കല്യാണം നടക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? കല്യാണം എന്താ കുഞ്ഞുകളിയാ? മനസ്സിലായ നിനക്ക്? ആദ്യം നീ വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം നിന്നെ ഞാൻ. കയ്യും കാലും തല്ലി ഒടിച്ച് ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു വെക്കണം, എന്നാലേ ശരിയാവും. നിങ്ങൾ ആരെയാ പ്രേമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് സമ്മതമാണ്. അല്ല, നിങ്ങൾ ഏത് പെൺകുട്ടിയെ പറ്റിയാണ് പറയുന്നത്? ആ പെണ്ണിനെ കുറിച്ച്